ഓക്കെ. അപ്പം ഇതില് സിലബസിൽ ഞാനിപ്പോൾ കാണിച്ചു തന്ന സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ മാത്സിൽ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാത്സിന്റെ കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാത്സിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ? വലുതാക്കണോ ഒന്നും കൂടി? വേണ്ടല്ലോ. സിലബസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ, അറിയാലോ അല്ലെ? മാത്സിൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ബോർഡ് മാസ് ഉണ്ട്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, മെനുസറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൽജിബ്ര, ജോമെട്രി, ട്രിഗണോമെട്രി, അതുപോലെ തന്നെ ട്രിഗണോമെട്രി, അതുപോലെ എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ്, കാൽക്കുലേഷൻസ്, കലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മാത്തമെറ്റിക്സ് വരുന്നത്. റീസണിങ്ങിലും അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് ആ മാത്തമെറ്റിക്സിൽ ഇതിൽ ഏറ്റവും എല്ലാവർക്കും എങ്കിലും ചെയ്യാൻ പറ്റുന്ന, മാത്സ് ഒന്നും അറിഞ്ഞിടാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്. ആ ബോർഡ് മാസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ കൂട്ടത്ത് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ, അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അത് രണ്ടിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ തരാം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഞാൻ രണ്ട് രീതിയിലും പറഞ്ഞു തരാം. ഒരു മാത്സ് പറഞ്ഞുകൂടാതെ ഒന്ന്, ഞാനിപ്പോ LP UP എടുക്കുമ്പോഴത്തെ ഞാൻ പറയും നിങ്ങൾക്ക് ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് മാത്സ് അറിഞ്ഞേ കൂടാ, 1, 2 10 വരെ എണ്ണാൻ പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അവരും മാത്സ് ക്ലാസ്സിൽ ഇരുന്നോളൂ, നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇത് പഠിച്ചിരിക്കും എന്ന് ഞാൻ പറയും. ഇതിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തുടങ്ങാനായിട്ടുള്ള സമയം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് നിങ്ങൾ എന്തെങ്കിലും ബേസിക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മൾ ബോർഡ് മാസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, എല്ലാവരും റെഡിയാണ്? ഓക്കെ ആണ്? എല്ലാവർക്കും ഓഡിബിൾ ആണ്? ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, പിന്നെ ഇപ്പൊ ക്ലാസ്സിൽ കയറിയിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കും, നിങ്ങളൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് പറയാനും, ഞാൻ ഗ്രൂപ്പിൽ ഒരുപാട് ഇട്ടു. ഗ്രൂപ്പിൽ ഇപ്പൊ ഗ്രൂപ്പ് അഡ്മിനുള്ളതാക്കി വെച്ചിരിക്കുന്നത് തന്നെ ഈ ആദ്യം ക്ലാസ് നമ്മൾ റെഗുലർ ആകുന്നതിന് മുമ്പ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലിടുന്ന ഓഡിയോസ്, അതിലിടുന്ന മെസ്സേജസ് വ്യക്തമായിട്ട് കേൾക്കുക. ഓക്കെ, എന്തൊക്കെ പറയുന്നുള്ളത് വ്യക്തമായിട്ട് കേൾക്കുക. പിന്നെ പരമാവധി ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇത് സമയം ലാഭിക്കാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടും സമയം ലാഭിക്കാൻ പറ്റും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് പിന്നീട് സമയമെടുത്ത് ആ ക്ലാസ്സുകളിലിരുന്ന് ആ ക്ലാസ്സുകൾ ഒന്നേന്ന് വീക്ഷിക്കേണ്ടി വരും. അപ്പൊ നിങ്ങളൊരു സാധാരണ ഒരു ലൈവ് ക്ലാസ് 2 മണിക്കൂറാണെങ്കിൽ ആ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിക്കുകയാണ്. പക്ഷെ ഒരു 2 മണിക്കൂറത്തെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കണ്ട് അതിൽ നിന്ന് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മിനിമം 3, 3.5, 4 മണിക്കൂർ വേണ്ടി വരും. ഓക്കെ, അപ്പൊ അത്രയും സമയം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ലൈവ് ക്ലാസ് കയറാൻ പറ്റുന്നവർ പരമാവധി ലൈവ് ക്ലാസ് കയറുക. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ എല്ലാവർക്കും അറിയാമെന്നോ അറിഞ്ഞുകൂടാമെന്നോ ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം എന്നുള്ള ലെവലിലാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? റെഡി. ബോർഡ് മാസ്. ഓക്കെ, റെഡി. ബോർഡ് മാസ് അതായത് എന്താണ് ബോർഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാത്സ് ക്രിയകളില്, കണക്കിന്റെ അടിസ്ഥാന ഗണിതത്തിന്റെ ക്രിയകളില് ഒന്നിൽ കൂടുതൽ അടിസ്ഥാന ക്രിയകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, മനസ്സിലായല്ലേ? ആ ഒന്നിൽ കൂടുതൽ അടിസ്ഥാന ക്രിയകൾ എന്ന് പറയുമ്പോൾ കൂട്ടുക എന്ന് പറയുന്നത് വരും, കുറയ്ക്കാൻ ഉള്ളത് വരും, ഗുണിക്കാനായിട്ടുള്ളത് വരും, ഹരിക്കാനായിട്ടുള്ളത് വരും, പിന്നെ എന്തെങ്കിലും ചിഹ്നങ്ങള്, ബ്രാക്കറ്റുകള്, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. അപ്പൊ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ക്രിയകൾ ഒരുമിച്ച് വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന, ആ ഒന്നിൽ കൂടുതൽ ക്രിയകൾ ഇങ്ങനെ വരുന്ന ആ ഒരു സംവിധാനത്തിനെ നമ്മൾ വിളിക്കുന്നത് സംഖ്യാവാചകം എന്നൊക്കെയാണ്. മലയാളത്തില് സയൻസ് മാത്സ് ടീച്ചർമാരൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ? സംഖ്യാവാചകം എന്ന് പറയും. സംഖ്യാവാചകം എന്ന് പറയുന്നത്. അപ്പൊ ഈ സംഖ്യാവാചകങ്ങള് ഇങ്ങനെ വരുന്ന ഒന്നിൽ കൂടുതൽ ക്രിയകള് ഒരുമിച്ച് ലഘൂകരിക്കാൻ വരുന്ന ആ സംഖ്യാവാചകങ്ങളെ ലഘൂകരിക്കുവാനുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു മാർഗമായിട്ടാണ് നമ്മൾ ഈ ബോർഡ് മാസിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബോർഡ് മാസിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ബോർഡ് മാസിന്റെ പൂർണ്ണ രൂപം
ഒക്കെ നിങ്ങൾക്ക് അറിയാം, മിക്കവർക്കും അറിയായിരിക്കും. ഇനി അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിരിക്കുക. ബോർഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ BO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ എന്നുള്ളതാണ്, ബ്രാക്കറ്റ്സ് എന്നുള്ളതാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് എന്താണ്ട് ബ്രാക്കറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ. BO എന്ന് വെച്ചാൽ ബ്രാക്കറ്റ്സുകൾ, പലതരത്തിലുള്ള ബ്രാക്കറ്റ്സുകൾ ഉണ്ടാവും. ആ ബ്രാക്കറ്റ്സുകൾ ഓപ്പൺ ചെയ്യുക. അപ്പൊ ബി മീൻസ് ബ്രാക്കറ്റ് എന്നുള്ളതാണ്. ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് എന്നാണ്. O മീൻസ് ഓഫ് എന്നുള്ളതാണ്. ഓഫ് എന്ന് വെച്ചാൽ ഇൻഡു, ഗുണനം എന്നുള്ളതാണ്. ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ഓഫ്. അതായത് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയ, ഒരു വെബിനെയൊക്കെ സൂചിപ്പിക്കാനാണ്, അതായത് ഗുണനത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഈ ഓഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ അല്ലെ? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ബ്രാക്കറ്റ് ഓഫ് ആണ്, ശ്രദ്ധിച്ചോളണം. എല്ലാ ബ്രാക്കറ്റുകളും ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് എന്താണ്ട് ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹരണമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? ഹരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഡി. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അടുത്തത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡിഷൻ ആണ്. അഡിഷൻ ആണ്. അടുത്തത് എസ് എന്ന് പറയുന്നത് എന്താണ്? സബ്ട്രാക്ഷൻ ആണ്. ഓക്കെ, കുറയ്ക്കുക എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡി എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. എം മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക എന്ന് പറയുന്നതാണ്. എ എന്ന് പറഞ്ഞ അഡിഷൻ അല്ലെങ്കിൽ കൂട്ടുക എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് എന്താണ്? കുറയ്ക്കുക എന്ന് പറയുന്ന സബ്ട്രാക്ഷൻ ആണ്. വ്യവകലനം, ഹരണം. ഇതിന് മലയാളത്തിൽ നമ്മൾ പറയും ഹരണം, ഗുണനം, ഗുണനം, സങ്കലനം, വ്യവകലനം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ബോർഡ് മാസിൽ വരുന്നത്. അതിൽ ബ്രാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ, ബ്രാക്കറ്റ്സുകൾ എന്ന് പറയുമ്പോൾ, ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ബി എന്ന് എഴുതുന്നുള്ളൂ, നിങ്ങൾ ബ്രാക്കറ്റ് എന്ന് എഴുതിക്കൊള്ളുക. ബി ബ്രാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഒരു പ്രോബ്ലം തന്നു കഴിയുമ്പോൾ ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ LDC പഠിക്കുമ്പോൾ നിങ്ങൾ വേറെ പേരൊക്കെ ഇട്ട് വിളിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ്? വിൻകുലം എന്നോ ബാർ എന്നോ. വിൻകുലം, VINCULM എന്ന് പറഞ്ഞ വിൻകുലം അല്ലെങ്കിൽ ബാർ എന്നൊക്കെ വിളിക്കും. അതായത് ഇതാണ് ബാർ എന്ന് പറയുന്നത്. നമ്മളെ മറ്റേ ബാറല്ല, ഈ ബാർ അല്ലേ? ഈ ബാർ, ഇത് മനസ്സിലായില്ലേ? പക്ഷെ ഇതിന് നമ്മൾ വിളിക്കുന്നത് മാത്സിൽ കുറച്ചുകൂടി നമ്മൾ വിളിക്കുമ്പോൾ ഇതിന് നമ്മൾ ലൈൻ ബ്രാക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്ട്? ലൈൻ ബ്രാക്കറ്റ്. ലൈൻ പോലെയല്ലേ ഇരിക്കുന്നത്? ലൈൻ അല്ലേ? ബാർ ലൈൻ പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ലൈൻ ബ്രാക്കറ്റ്. അപ്പൊ ഫസ്റ്റ് ലൈൻ ബ്രാക്കറ്റ് ഇതായിരിക്കണം നിങ്ങളുടെ ഓർഡർ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർഡർ ഇതായിരിക്കണം, ലൈൻ ബ്രാക്കറ്റ്. രണ്ടാമത് വരുന്ന ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത് വരുന്ന ബ്രാക്കറ്റ്. ഇങ്ങനെയുള്ള ബ്രാക്കറ്റ് ഇതിനെന്താ വിളിക്കുന്നത്? ഇതിനെ വിളിക്കുന്നത് എന്താണ്ടേ? സ്മോൾ ബ്രാക്കറ്റ്. എന്താണ്? സ്മോൾ ബ്രാക്കറ്റ്. ഇത് സ്മോൾ ബ്രാക്കറ്റ് ആണ്. രണ്ടാമത്തത്. അപ്പൊ ഒന്നാമത്തത് വിൻകുലം, രണ്ടാമത്തത് സ്മോൾ ബ്രാക്കറ്റ്, മൂന്നാമത്തത് ഈ ബ്രാക്കറ്റ് ആണ്. ഇതെന്താണ്? ഇതിന് നിങ്ങൾ എന്താ വിളിക്കുന്നത് സാധാരണ? നിങ്ങൾ ഡബിൾ ബ്രാക്കറ്റ് എന്ന് പറയും. പിന്നെ എന്താണ്? ഫ്ലവർ ബ്രാക്കറ്റ് എന്നോ ഡബിൾ ബ്രാക്കറ്റ് എന്നോ കേളി ബ്രാക്കറ്റ് എന്നും വിളിക്കും. കേളി എന്തുകൊണ്ടോ ഇടാം. ഡബിൾ ബ്രാക്കറ്റ് എന്നോ കേളി ബ്രാക്കറ്റ് എന്നോ ഫ്ലവർ ബ്രാക്കറ്റ് എന്നോ എന്താ വേണോ നമുക്ക് വിളിക്കാം. അപ്പൊ മൂന്നാമതായിട്ട് ഇയാളാണ്, കേളി ബ്രാക്കറ്റ് ആണ് അപ്പൊ ആദ്യം ലൈൻ ബ്രാക്കറ്റ്, രണ്ടാമത് സ്മോൾ ബ്രാക്കറ്റ്, മൂന്നാമത് ഡബിൾ ബ്രാക്കറ്റ് ഓർ കേളി ബ്രാക്കറ്റ്, നാലാമതായിട്ടുള്ളത് നമ്മുടെ ഇതാണ്, ഈ ബ്രാക്കറ്റ് ആണ്. നാലാമതായിട്ടുള്ളത് ഈ ബ്രാക്കറ്റ് ആണ്. ഈ ബ്രാക്കറ്റിനെ നമ്മൾ എന്ത് പറയും? ഇതിനെ നിങ്ങൾ എന്താ വിളിക്കുന്നത്? ഇതിനെ ബിഗ് ബ്രാക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. അല്ല വേറെ എന്തെങ്കിലും പേരുണ്ടോ? വേറെ എന്തെങ്കിലും വിളിക്കുമോ?
ഓക്കെ, അപ്പൊ ഇത്രയും. അപ്പൊ ലൈൻ ബ്രാക്കറ്റ്, അപ്പൊ ഫസ്റ്റ് ലൈൻ ബ്രാക്കറ്റ്, സെക്കൻഡ് സ്മോൾ ബ്രാക്കറ്റ്, തേർഡ് കേളി ബ്രാക്കറ്റ്, ഫോർത്ത് ബിഗ് ബ്രാക്കറ്റ്. അപ്പൊ ആദ്യം ഒരു പ്രോബ്ലത്തിൽ ലൈൻ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ലൈൻ ബ്രാക്കറ്റ് ആണ് ചെയ്യേണ്ടത്. രണ്ടാമത് എപ്പോഴും ചെയ്യേണ്ടത് സ്മോൾ ബ്രാക്കറ്റ്, അതായത് ലൈൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്മോൾ ബ്രാക്കറ്റിലേക്ക് പോകാവൂ. സ്മോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഡബിൾ ബ്രാക്കറ്റിലേക്ക് പോകാവൂ. ഡബിൾ ബ്രാക്കറ്റ് അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബിഗ് ബ്രാക്കറ്റിലേക്ക് പോകാവൂ. അല്ലാതെ ആദ്യം കയറിയിട്ട് ബിഗ് ബ്രാക്കറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ആദ്യം കയറിയിട്ട് സ്മോൾ ചെയ്യരുത്. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം കയറി ഡബിൾ ചെയ്യരുത്. ആദ്യം ലൈൻ, പിന്നെ സ്മോൾ, പിന്നെ കേളി, പിന്നെ ബിഗ്. ഓക്കെ, റെഡിയാണോ? അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം എന്തിൽ തുടങ്ങണം? ആദ്യം എന്തിലാ തുടങ്ങേണ്ടത്? ഒന്നാമത് ഡിവിഷനിൽ തുടങ്ങണം. രണ്ടാമതോ ഇൻഡു, ഗുണനം. രണ്ടാമത് ഗുണിക്കുക. മൂന്നാമതാണ് കൂട്ടേണ്ടത്. നാലാമതാണ് കുറയ്ക്കേണ്ടത്. അപ്പൊ നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നത് മനസ്സിലാവും. അപ്പം ഓക്കെ, ആദ്യം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, എന്ത് അവൈലബിൾ അല്ല? ബോർഡ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡ്, ഗൂഗിൾ മീറ്റിന്റെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു പിന്നിന്റെ സൈൻ കാണും. ചിലർക്ക് പിൻ ചെയ്ത് വെക്കേണ്ടി വരും. പിൻ പിൻ ചെയ്തിട്ടും കാണുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒന്ന് എക്സിറ്റ് ആയിട്ട് എൻ്റർ ആവാമോ? ജസ്റ്റ് എക്സിറ്റ് ആയിട്ടൊന്ന് എൻ്റർ ആയേ. എക്സിറ്റ് ആയിട്ടൊന്ന് എൻ്റർ ആവാമോ? ഓക്കെ, സ്പീഡ് കൂടുതലല്ലോ പറയുന്നത്? സ്പീഡ് കൂടുതലാണോ? അല്ലല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഒരു പ്രോബ്ലം, ഒരു സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം ഞാൻ ഇടുകയാണ്. 6/12 into 8/60 divided by 8/24 plus 5/4. ഓക്കെ, ഒരു സിമ്പിൾ പ്രോബ്ലം. എക്സിറ്റ് ആവാൻ പറഞ്ഞ ആളെ എൻ്റർ ആയിരുന്നോ? എക്സിറ്റ് ആവാൻ പറഞ്ഞ ആളെ എൻ്റർ ആയിട്ടുണ്ടോ? എക്സിറ്റ് ആവാൻ പറഞ്ഞ ആളെ എൻ്റർ ആയ അവിടെ? ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം അതായത് ഇങ്ങനെ ഒരു കുഞ്ഞു പ്രോബ്ലം തന്നാൽ പോലും ഇതൊരു ചോദ്യമാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, PYQ തന്നെയാണ്, റെയിൽവേയുടെ തന്നെ ഒരു PYQ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ ഇതിൽ തന്നെ പലരും, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, ഇതിൽ തന്നെ ബിഗ് മിസ്റ്റേക്കുകൾ വരുത്തും. നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്ക് താഴെ ഓപ്ഷൻ ഉണ്ടായിരിക്കുകയും ചെയ്യും. ചിലര് ഒരുവിധം ചെയ്തിട്ട് അവസാനം എന്തെങ്കിലും ഒരു സില്ലി മിസ്റ്റേക്കുകളിലൂടെ തെറ്റിക്കും. ആ തെറ്റുന്ന ഓപ്ഷനും ആ തെറ്റുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരവും എന്ത് ചെയ്യും? നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. സന്തോഷിക്കും, പക്ഷെ ആൻസർ കീ നോക്കുമ്പോൾ നിങ്ങൾ അന്നേരം സന്തോഷിക്കും, പക്ഷെ ആൻസർ കീയിലേക്ക് വരുമ്പോൾ തെറ്റായി പോകും ആൻസർ. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പലരും ഇപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിക്കാണും, പലർക്കും ഇതിന്റെ ആൻസർ കിട്ടിക്കാണും അല്ലെ? ആൻസർ കിട്ടിയാലും ഉണ്ടോ? ഇത്ര സമയത്തിനുള്ളിൽ അച്ചീവ്മെന്റിന് എത്ര ടൈം തന്നത്? എത്രയാണ്? എത്രയാണ് ആൻസർ? എത്രയാണ്? വെരി ഗുഡ്. 2 എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആൻസർ തരുന്നത് ഏതിലായിരിക്കും? ഒരു പൂർണ്ണസംഖ്യയിലും തരും, അല്ലെങ്കിൽ പിന്നെ എന്തിലും തരും? വെരി ഗുഡ്. 8/4 എന്ന് പറയുന്ന ഭിന്നസ ഫ്രാക്ഷനിലും തരും. ഫ്രാക്ഷൻ എന്ന് പറയുന്ന രീതിയിലും തരും, അല്ലെങ്കിൽ അതിനെ ആ ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു പൂർണ്ണസംഖ്യയായിട്ടും തരും നിങ്ങൾക്ക്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മാത്സ് അറിയാന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അറിഞ്ഞുകൂടാത്തവർക്ക് അത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ബോർഡ് മാസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ അനലൈസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് പെട്ടെന്ന് നോക്കാം. അതായത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്കറിയാം ബോർഡ് മാസ് അനുസരിച്ച് ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. അപ്പോൾ ഏത് ക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ വരുന്ന, ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ,
അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പൊ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഡിവിഷൻ ഉള്ളത് ആരൊക്കെ തമ്മിലാണ്? 8/16 8/24. ഇത് രണ്ടുമാണ് ഡിവിഷൻ ഉള്ളത് അല്ലേ ഇവിടെ. അപ്പൊ നിങ്ങളെ മനസ്സിൽ ഇത് സ്റ്റെപ്പ് വഴി ആദ്യം സ്റ്റെപ്പ് വഴി നമുക്ക് നോക്കാം. സ്റ്റെപ്പ് വഴി സ്റ്റെപ്പായിട്ട് പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് അത് അതേപോലെ തന്നെ എടുത്ത് എഴുതുക. 6/12 ഇൻറ്റു നോക്കുക 8/16 ഡിവൈഡഡ് ബൈ 8/24. അതായത് ഒരു ഭിന്നസംഖ്യയെ ഹരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയും തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ അങ്ങനെ ആയിരിക്കണം. 8/24 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇവിടെ ഭാഗത്തിന് വരെ എന്ത് വരും? ഗുണനം വരും അല്ലേ? ഇൻറ്റു പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ ഇവിടെ? ഇത് ഭാഗമാണല്ലോ. അതായത് രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിക്കാൻ വരുമ്പോൾ ആ ഹരിക്കേണ്ട സംഖ്യയെ എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ വിൽക്കർമ്മം കണ്ട് ഗുണിക്കുക എന്ന് പറയും. അപ്പൊ നോക്കിയോ 6/12 ഇൻറ്റു 8/16 ഇൻറ്റുവിന് പകരം ഗുണനമാവുക. ഗുണിക്കുക. അതായത് ഇതിനെ തിരിച്ചിടണം. എന്നിട്ട് 24 8 24 8 എന്നാവും. 24 8 പിന്നെ പ്ലസിന് പ്ലസ് 5/4 ഇവിടെ വെച്ച് തന്നെ അവനെ തീർക്കാൻ വേണമെങ്കിൽ അല്ലേ? ഇവിടെ വെച്ച് തന്നെ അവനെ തീർക്കാം ഇവിടെ നമുക്ക് അല്ലേ? എന്ത് ചെയ്താൽ മതി? മാത്സ് അറിയാന്നുള്ളവർ മുകളിൽ വെച്ചേ തീർക്കും. അല്ലാത്തവർക്ക് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ചറിയാന്നുള്ളവർക്ക് ഈ സ്റ്റെപ്പിൽ വെച്ച് നമുക്ക് തീർക്കാൻ പറ്റും. എങ്ങനെ തീർക്കാൻ പറ്റും? നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? അങ്ങ് വെട്ടി ക്യാൻസൽ ചെയ്യുക. എല്ലാം ക്യാൻസൽ ചെയ്യുക. അതായത് 8 കൊണ്ട് തന്നെ വെട്ടുക അല്ലേ? 8 കൊണ്ട് വെട്ടുമ്പോഴത്തേക്ക് ഇവിടെ 1 ആവും. 3 8 24. ഇനി 16നെയും 8നെയും വെട്ടാം അല്ലേ? എത്ര കൊണ്ട് തന്നെ 8 കൊണ്ട് തന്നെ വെട്ടാമല്ലോ. 2 16 1 8. ഈ 12നെയും 6നെയും വെട്ടാം. എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലേ? 4 3 12 അല്ലേ? 3 കൊണ്ടാണോ 4 കൊണ്ടാണോ? എത്ര കൊണ്ട് വെട്ടാം? നിങ്ങൾ പറഞ്ഞോ. 6/12 എത്ര ഉണ്ട്? 4 3 12. പിന്നെ 6ലാണെങ്കിലോ 2 3 6. ഇനിയോ അല്ലെങ്കിൽ സോറി 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 ഉണ്ടല്ലോ. 6 കൊണ്ട് തന്നെ നോക്കാമല്ലോ. 6 കൊണ്ട് ആകുമ്പോൾ 1/2 വരും അല്ലേ? 1/2 വരും. 1/2 വരും. ഇതൊരു മെത്തേഡ്. ഇതേ രീതിയിൽ ചെയ്യാം. നമ്മൾ എപ്പോഴും വെട്ടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലല്ല, പെട്ടെന്ന് കാര്യം കഴിയണം. ആ രീതി ചെയ്യണം. മനസ്സിലായില്ലേ? പെട്ടെന്ന് കാര്യം കഴിയണം. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് കാര്യം കഴിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിളായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് നോക്കുന്നതായിരിക്കും ഉചിതം. എന്നാൽ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല, പ്രോബ്ലം തെറ്റത്തുമില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും ചെയ്യരുത് വെട്ടി ചെയ്യുമ്പോഴത്തേക്ക്. വെട്ടി ചെയ്യാൻ അറിയാത്തവർ അല്ലാതെ ചെയ്യുക. അല്ലാതെ ചെയ്യുമ്പോൾ ബെല്ലടിക്കും. അല്ലാതെ ചെയ്യുമ്പോൾ ബെല്ലടിച്ച് സാറ് പേപ്പർ വാങ്ങിക്കൊണ്ട് പോകും. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആ രീതിയിൽ തന്നെ ചെയ്യുക. ഓക്കെ. അപ്പൊ ഇവിടത്തെ കാര്യം നമ്മൾ കഴിഞ്ഞു. ഇവിടത്തെ കാര്യം നമ്മൾ തീർത്തു. ഞാൻ പറഞ്ഞു എന്താണ് 8 കൊണ്ട് 1 3 8 24 കഴിഞ്ഞു. ഇവിടെയും 8 കൊണ്ട് തന്നെ 2 8 16 ചെറിയ സംഖ്യകൾ കൊണ്ട് 1. ഇവിടെ വരുമ്പോഴത്തേക്ക് 4 3 12. പിന്നെ 6ലാണെങ്കിലോ സോറി 3 കൊണ്ടാണെങ്കിൽ 4 3 12 2 3 6 എന്ന് വരും. അല്ലാതെ ഏതൊക്കെ കൊണ്ട് വെട്ടാമെന്ന് ചിന്തിച്ചു നോക്കണം. പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ അല്ലാതെ ഏതൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് ചിന്തിച്ചു നോക്കണം. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയും ചെയ്യാം. ഇതൊരു മെത്തേഡ്. ആരും കൺഫ്യൂഷൻ ആകരുത്. ഇങ്ങനെ വെട്ടി ചെയ്യാൻ ഞാൻ പറയുന്നത് കണക്ക് പഠിച്ചിട്ടുള്ളവരാണ്. എന്താണ്? കേട്ടില്ല. ഇതും ചെയ്യാം. വീണ്ടും ചെയ്യാം. വീണ്ടും 1 വരും. ഇത് എത്രയാവും? ഇത് 2 ആവും. വീണ്ടും 2 ആവും. ഓക്കെ.
2 ആവും. അപ്പൊ ഇവിടെ ഇനി താഴെ ഈ രണ്ടും മാത്രമേ ഉള്ളൂ. ഈ ഒന്നിന് വാല്യൂ ഇല്ലല്ലോ. അപ്പൊ താഴെ 2 മുകളിൽ എത്രയേ ഉള്ളൂ? ഇനി മുകളിൽ 11 മാത്രമേ ഉള്ളൂ അല്ലേ? 2 + 2 എത്ര? 4 അല്ലെ? 2 + 2 ഒന്ന് 2 × 2 4 അല്ലെ? 2 × 2 എത്ര? 4. 2 × 2 4 ബൈ മുകളിൽ എത്രയേ ഉള്ളൂ? 3 അല്ലേ ഉള്ളു? 3/4 3/4 പ്ലസ് ഈ പ്ലസ് 5/4 ഇങ്ങനെ കിട്ടും അല്ലേ? കാരണം അപ്പൊ ഇത് രണ്ടും ഫ്രാക്ഷൻ ആണ് കിട്ടിയത്. അതായത് 3-ൽ 4-ഉം 5-ൽ 4-ഉം. ഇത് ഈ ഫ്രാക്ഷൻ നിങ്ങൾ പല മെത്തേഡിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ അടുത്തൊരു സെക്ഷനിൽ ഇങ്ങനെ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളതും പറഞ്ഞുതരാം. വിത്തിൻ സെക്കൻഡ്സിൽ ഒരു ക്രിയയും ഇല്ലാതെ അത് നിങ്ങൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനും പ്രോപ്പർ ഫ്രാക്ഷനും മിക്സഡ് ഫ്രാക്ഷനും എങ്ങനെ വന്നു കഴിഞ്ഞാലും എങ്ങനെ ചെയ്യാമെന്നും സിമ്പിൾ ആയിട്ട് വിത്തിൻ സെക്കൻഡ്സിൽ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പൊ അത് പറയുന്നില്ല. ഇപ്പൊ അതിന്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാത്ത ഒരു കൺഫ്യൂഷൻ ആയിപ്പോ. ഇപ്പൊ ഇങ്ങനെ ഇത് കിട്ടി. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തെ ഡിനോമിനേറ്റർ എല്ലാം എന്താണ്? സെയിം ആണ് അല്ലെ? അറിയാം. സെയിം ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് അറിയാം, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡിനോമിനേറ്റർ അതായത് ഛേദം സെയിം ആണ്. 4 5 3 എത്ര? 5 3 കൂട്ടിയാൽ മതിയല്ലോ. ഇനി 5 3 എത്ര ഉണ്ട്? 8. അപ്പൊ 8/4 എന്ന് കിട്ടും. വീണ്ടും ഇതിനെ ചെറുതാക്കാം. 4-ഉം 8-നെ വിട്ട് ചെറുതാക്കുന്നു. 2 ഉത്തരം ആൻസർ എത്രയാണ്? 2. ഇതിന്റെ ആൻസർ 2 അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഇവിടെ ഈ ഒരു സ്റ്റെപ്പില് ഈ ഭാഗത്തിനെ മനസ്സിൽ ആ ഒരു ചിന്ത, ഈ ഭാഗത്തിനെ ഇൻഡു ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ കാണണം എന്നുള്ളൊരു ചിന്തയൊന്നും അപ്പൊ മനസ്സിൽ വരാത്തവര് അതിനായിട്ട് ഭാഗിച്ചുകൊണ്ടിരിക്കും. വേറെന്തെങ്കിലുമൊക്കെ ചെയ്യും. ഉത്തരം കിട്ടത്തുമില്ല. ചിലപ്പോൾ തെറ്റായ ഉത്തരം കിട്ടുന്നത് അവിടെ ഓപ്ഷനിൽ കാണുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ട് കുറെ ക്രിയകൾ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ട് അടുത്ത മെത്തേഡിലേക്ക് വരാം. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇപ്പൊ ചെയ്ത പ്രോബ്ലം റെഡി അല്ലേ? ഏറ്റവും സിംപ്ലസ്റ്റ് വേ ഇതാണ്. ഓക്കെ. അടുത്തൊരു പ്രോബ്ലം എഴുതിക്കോ. PYQ തന്നെയാണ്. എന്റെ ഓപ്ഷൻ ഉണ്ടെങ്കില്ല എത്രയാണ് ആൻസർ എന്ന് അറിയണ്ടേ. നമുക്ക് ചെയ്ത് നോക്കാം. 12 - 5 into 6 plus 3 plus 8 minus 2. സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് പ്രോബ്ലം. ചെയ്യാൻ എന്നുള്ളവർക്ക് 1 മിനിറ്റ് തരാം. 1 മിനിറ്റിൽ 30 സെക്കൻഡ് തരാം. 30 സെക്കൻഡ് വേണ്ട, 20 സെക്കൻഡ് ഉള്ള ചെയ്യാനായിട്ട് നമുക്ക്. 20 സെക്കൻഡ് തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. 6 ആണ് ഇത്. 6 ആണ്. വെരി ഗുഡ്. ആൻസർ 105 ആണേ. 105 തന്നെ കിട്ടി. ശരിയാ, 105 ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ 20 സെക്കൻഡ് കഴിഞ്ഞു. ഇനി അറിഞ്ഞുകൂടാത്തവർക്ക് നമുക്ക് ചെയ്യാം. ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ അല്ലേ? ചോദ്യം എല്ലാവരും എഴുതി? ഓക്കെ, ഇതിന്റെ ബേസിക് ആണ്. ബേസിക് മനസ്സിലാക്കിയ എത്ര വലിയ ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര വലിയ ചോദ്യം എവിടെ കിടന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബോർഡ് മാസത്തിൽ ചെയ്യാൻ പറ്റും. ആ ബോർഡ് മാസത്തിന്റെ രീതി അനുസരിച്ച് 2 ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. 1 അല്ലെങ്കിൽ 2 ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ബോർഡ് മാസത്തിൽ. കാരണം ബോർഡ് മാസത്തിനെ കണക്ട് ചെയ്ത് വേറെ ക്വസ്റ്റ്യൻസ് കൂടെ സിംപ്ലിഫിക്കേഷൻ എന്ന് ചോദിക്കും. അപ്പോൾ 2 മാർക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. 2 മാർക്ക് നന്നായിട്ട് പഠിച്ചോളാം. ബാക്കി 8 മാർക്കിന് മറ്റോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ചെയ്യാം. ആദ്യം നമ്മൾ ഏത് ബ്രാക്കറ്റാ ഓപ്പൺ ചെയ്യേണ്ടത്? ആദ്യം ഏത് ബ്രാക്കറ്റാ? ലൈൻ ബ്രാക്കറ്റ് അല്ലേ? ലൈൻ അല്ലേ? എവനല്ലേ? ആദ്യം എവനല്ലേ ഓപ്പൺ ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യം ലൈൻ ബ്രാക്കറ്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് എഴുതാം. ഇതേപോലെ തന്നെ കോപ്പി ചെയ്ത് എഴുതുക. 12 - 5. ഇത് ആദ്യം തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. അല്ലെങ്കിൽ മറ്റതാണെങ്കിൽ അറിയാന്നുള്ളവർ ഇവിടെ വെച്ച് തന്നെ തീർക്കും. കഴിഞ്ഞു. ഒരു എഴുത്തെഴുതൊക്കെ ഇല്ല. ഇവിടെ വെച്ച് തന്നെ മനസ്സിൽ കൂട്ടിയും കഴിയും. 105 കിട്ടും. അതൊന്നും നമുക്ക് ചെയ്യാം. അതും എങ്ങനെ കിട്ടും നമുക്ക് ചെയ്യാം അവസാനം. ഓക്കെ, 12 - 5 into ബിഗ് ബ്രാക്കറ്റ്
6 പ്ലസ് ഡബിൾ ബ്രാക്കറ്റ് 3 പ്ലസ് ഇവനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ആദ്യം. 8 മൈനസ് 2 ഇവനെ ഓപ്പൺ ചെയ്യും. അപ്പൊ 8 മൈനസ് അല്ല, 8 മൈനസ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 8 മൈനസ് തന്നെയാണ്. ഓക്കെ, 8 മൈനസ് 2 ഇല്ലേ? 8 മൈനസ് 2 എത്ര എത്ര എത്രയുടെ 6. ആ ബ്രാക്കറ്റ് ക്ലോസ് ആയി, ലൈൻ ബ്രാക്കറ്റ് തീർന്നു, ബ്രാക്കറ്റ് ഇടുന്നു, ഡബിൾ ബ്രാക്കറ്റ്. ഓക്കെ, റെഡി റെഡി. ഇനി നെക്സ്റ്റ് ഏത് ബ്രാക്കറ്റാ? അടുത്തേത് ബ്രാക്കറ്റാ? അടുത്തേത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്? സ്മോൾ ബ്രാക്കറ്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയോ, ഇവിടെ തുടക്കത്തിലെ സ്മോൾ ബ്രാക്കറ്റ് ഉണ്ട്. 12 മൈനസ് 5 എത്ര? 7. ആ ഇൻറ്റു അതേപോലെ എഴുതുന്നു, ഇൻറ്റു ബിഗ് ബ്രാക്കറ്റ് അതേപോലെ എഴുതുന്നു. 6 പ്ലസ് ഡബിൾ ബ്രാക്കറ്റ് ഇടുന്നു, 3 പ്ലസ് 6 ഡബിൾ ബ്രാക്കറ്റ് ഇടുന്നു, ബിഗ് ബ്രാക്കറ്റ് ഇടുന്നു. കഴിഞ്ഞു. അടുത്ത നെക്സ്റ്റ് ഏത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്? അടുത്ത നെക്സ്റ്റ് ബ്രാക്കറ്റ് ഏതാണ്? കേളി ബ്രാക്കറ്റ് ആണ്. ഓക്കെ, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ 7 ഇൻറ്റു ബിഗ് ബ്രാക്കറ്റ് ഇടുന്നു. ഓക്കെ, 6 പ്ലസ് കേളി ബ്രാക്കറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. 6 പ്ലസ് 3 കേളി ബ്രാക്കറ്റ്. അവനെ ക്ലോസ് ചെയ്യുന്നു. സോറി, 6 പ്ലസ് 3 എത്ര? 9. കഴിഞ്ഞു, അവനും കഴിഞ്ഞു. ഓക്കെ, കേളി ബ്രാക്കറ്റും കഴിഞ്ഞു. ഇനി നമ്മളെ ബിഗ് അളിയൻ മാത്രമേ ഉള്ളൂ, ബിഗ് അളിയനേ ഉള്ളൂ. ഓക്കെ, ബിഗ് ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ബിഗ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബിഗ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്. 7 ഇൻറ്റു 9 പ്ലസ് 6 എത്ര? 15. 15 ഇൻറ്റു 7 എത്ര? 15 ഇൻറ്റു 7 105. 15 ഇൻറ്റു 7 105 ആണ്. ഉത്തരം 105 ആണ്. ഇനി 15 ഇൻറ്റു 7 പെട്ടെന്ന് ഗുണിക്കാൻ പാടുള്ളവര് 15നെ അങ്ങ് ഡിവൈഡ് ചെയ്യുക. 15നെ 10ഉം 5ഉം ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 10ഉം 5ഉം 15. 10 ഇൻറ്റു 7 70. 10 ഇൻറ്റു 5 7 ഇൻറ്റു 5 35. 70 പ്ലസ് 35 ഈസ് ഈക്വൽ ടു 105. അങ്ങനെയും ചെയ്യാം പെട്ടെന്ന്, ഇഞ്ചോടി അറിയാത്തവർക്ക്. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണോ? റെഡി അല്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, പക്ഷേ ഇത് നിങ്ങൾ ഈ സ്റ്റെപ്സ് ഇതേപോലെ ഓരോ ബ്രാക്കറ്റും ഓപ്പൺ ചെയ്യുന്നത് ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓരോ ഓപ്പണിങ്ങും വേണ്ട, ഇവിടെ വെച്ചങ്ങ് തീരും അവൻ. ഇത്ര വലിയ ആള് എവിടെ ക്വസ്റ്റ്യൻ? ഇവിടെ ഇതിലായിരുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ വെച്ച് തന്നെ അങ്ങ് തീരും. ഇവിടെ വെച്ച് അവനെ അങ്ങ് തീർക്കും. നമ്മൾ ഈ പൊസിഷനിൽ വെച്ച് നമ്മൾ തീർക്കും. ഈ സ്റ്റെപ്പുകളിലേക്കൊന്നും പോകത്തില്ല, ഒന്നിലും പോകത്തില്ല. ഇവിടെ വെച്ചങ്ങ് തീർത്താലോ നമുക്ക് അവനെ? ഇവിടെ വെച്ചങ്ങ് തീർത്താലോ? അവിടെ പറഞ്ഞേ, ഇവിടെ വെച്ചങ്ങ് തീർക്കാം നമുക്ക് അവനെ, അല്ലേ? ഒറ്റയടിയും കിടുമെന്നൊക്കെ പറയുന്ന നമുക്ക് ഇവിടെ വെച്ചങ്ങ് തീർക്കാൻ പറ്റും അവനെ. നോക്കിയോ, എങ്ങനെ തീർക്കാം? ഫസ്റ്റ് എന്ത് ചെയ്യുക? ആദ്യം എന്താണ്? ലൈൻ ബ്രാക്കറ്റ് അല്ലേ? 8 മൈനസ് 2 എത്ര? 6. അത് മനസ്സിൽ വെക്കുക. 6 മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, 8 മൈനസ് 6 സോറി 8 മൈനസ് 2 6. 6 പ്ലസ് 3 എത്ര? 9. 6 പ്ലസ് 3 9. 9 പ്ലസ് 9 പ്ലസ് 6 എത്ര? 15 ഇൻറ്റു 12 മൈനസ് 5 എത്ര? 7. 7 ഗുണം 15 എത്ര? 105. കഴിഞ്ഞു. എത്ര സെക്കൻഡ് എടുത്തു? എത്ര സെക്കൻഡ് എടുത്തു? അല്ലേ? കഴിഞ്ഞല്ലേ? ഇത്രേ ഉള്ളൂ. ഏത് വലിയ പ്രോബ്ലം ബോർഡ് മാസിൽ ചോദിച്ചു കഴിഞ്ഞാലും വിത്തിൻ സെക്കൻഡ്, 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ആ ടൈമിൽ ചെയ്യാൻ പറ്റും. റെഡി? മനസ്സിലായോ പറഞ്ഞത്? പക്ഷെ അത് അറിയണമെങ്കിൽ പ്രാക്ടീസ് വേണം, അല്ലെങ്കിൽ ഇരുന്ന് കൺഫ്യൂഷൻ അടിക്കും. ആ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റ്, മറ്റേ ബ്രാക്കറ്റ്, ഡബിൾ ബ്രാക്കറ്റ്, സിംഗിൾ ബ്രാക്കറ്റ്, ലൈൻ ബ്രാക്കറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്ന് കൺഫ്യൂഷൻ അടിക്കും. റെഡിയാണോ? റെഡിയല്ലേ? ഇവിടെ സിമ്പിൾ ആണ്. ആദ്യം ലൈൻ ബ്രാക്കറ്റ് ആണ് 8 മൈനസ് 2, പിന്നെ 3. 6 പ്ലസ് ആണ്. 6 പ്ലസ് 3 9. വീണ്ടും 9 പ്ലസ് 6. അപ്പൊ ഇതെല്ലാം ബ്രാക്കറ്റും കഴിഞ്ഞു. ലൈനും സിംഗിളും ഡബിളും എല്ലാം കഴിഞ്ഞു. പിന്നെ ഇതേ അത്രേ ഉള്ളൂ ലാസ്റ്റ് 7. റെഡിയാണോ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം ഇടട്ടെ.
ഒരു ചോദ്യം കൂടെ ചെയ്ത് നമ്മൾ ഇവിടെ നിർത്തേണത്. ഓക്കെ, റെഡിയായോടെ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? നിങ്ങളുടെ ABCD എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മൾ ഇന്ന് മൊത്തം ബോർഡ് മാസം ഇരിക്കേണ്ടി വരും. പക്ഷെ ഇത് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പറഞ്ഞാൽ പോരെ? പോരെ? നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ടെലഗ്രാം ചാനൽ തുടങ്ങുമ്പോഴത്തേക്ക് ആ ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് തരും ഞാൻ. ഓക്കെ, എല്ലാത്തിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അല്ലാത്ത ചോദ്യവും ചെയ്ത് പരിശീലിക്കാനായിട്ട് ഇട്ട് തരും. അപ്പൊ നിങ്ങൾ ചെയ്ത് പരിശീലിക്കുക. ഓക്കെ, അത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ, ടഫ് ആവുന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, ഇപ്പൊ ഇത്ര നേരം നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഉത്തരം ഇവിടെ കാണാനില്ല. ഓക്കെ, ഉത്തരമില്ലാത്ത ചോദ്യം. ഓക്കെ, നോക്കടേ. നോക്ക്, എഴുതിക്കോ. ഡബിൾ ബ്രാക്കറ്റ് 1+6 ലൈൻ ബ്രാക്കറ്റ് പ്ലസ് സിമ്പിൾ ബ്രാക്കറ്റ് 14 ഭാഗം 7 ഭാഗം 2 സിമ്പിൾ ബ്രാക്കറ്റ് ക്ലോസ് ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് പ്ലസ് വീണ്ടും ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ 5 into 2 square പ്ലസ് 2. ഈ 5ന് സിംഗിൾ ബ്രാക്കറ്റ് ഉണ്ട്. 5 തൊട്ട് സിംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ആവുകയാണ്. ഓക്കെ, 2. ഇത് കണ്ടുകൊണ്ടൊന്നും പേടിക്കേണ്ട, ഒന്നുമില്ല, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ്. നീട്ടി നിവർത്തിയും കൊടുത്തിരിക്കും, പക്ഷെ ഒന്നുമില്ല ഇതിലൊന്നും. വെറും ഊതി വീർപ്പിച്ചൊരു കുമ്പളയാണ്. ഓക്കെ, 2 into 2/√16 ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ്ഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. എന്റെ ഡബിൾ ബ്രാക്കറ്റ് ശരിയാകുന്നില്ല, എന്നാൽ കുഴപ്പമില്ല, പോട്ടെ. ഓക്കെ, റെഡി? ചെയ്തോളൂ. 20 സെക്കൻഡ്. അറിയാന്നുള്ളൊരു സ്റ്റെപ്പിലോട്ടൊന്നും വേണ്ട, ഇവിടെ വെച്ച് ഞങ്ങൾ തീർക്കാവനെ. അവര് അത്രയ്ക്കേ ഉള്ളൂ. അവൻ കാണുമ്പം ഭയങ്കര പെരുമ്പാമ്പ് കണക്കിരിക്കും. പെരുമ്പാമ്പ് കണക്കെന്ന് കണ്ടു കഴിഞ്ഞാല് കിങ് കോബ്രയെ കണക്കിരിക്കും. പക്ഷെ അവൻ കിങ് കോബ്രയൊന്നുമല്ല, വലിയ എന്തോ ചേരയാ, പെരുമ്പാമ്പൊക്കെ. ആളിനെ വിഴുങ്ങത്തേ ഉള്ളൂ, കടിച്ചു കൊല്ലത്തൊന്നുമില്ല, അത്രേ ഉള്ളൂ. സോറി, ഒരു സെക്കൻഡ്. ഞാൻ വേറെ കാര്യത്തിലായിപ്പോയി. നോക്ക്. ഓക്കെ, 11 + 8 19. ഓക്കെ, റെഡി. 19 അല്ലേ? 19. 19. ആൻസർ 19. കിട്ടിയോടെ? ബാക്കിയുള്ളവരെ കിട്ടിയോ? ഇത് എല്ലാവർക്കും കിട്ടണമല്ലോ. നമ്മൾ പഠിച്ചല്ലേ. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ക്ലാസ്സിൽ ഇപ്പോൾ ഉള്ള മുഴുവനുള്ള ആൾക്കാർക്കും കിട്ടിയോ? എത്ര പേരുണ്ട്? ക്ലാസ്സിൽ കയറാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? 78. ഓക്കെ. നേരത്തെ ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന ആൾക്ക് കിട്ടിയോ? ബോർഡ് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആളെ കയറിയായിരുന്നോ? അയാളുണ്ടോ ക്ലാസ്സിൽ? ഉണ്ടോ? അദ്ദേഹം വന്നായിരുന്നോ? തിരിച്ച് എൻട്രി ആയിരുന്നോ? ഇല്ല, അറിയാൻ വയ്യ. ഓക്കെ, റെഡി? ബാക്കിയുള്ളവർക്ക് ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കണോ എന്നെ? ബാക്കിയുള്ളവർക്ക് എല്ലാം കിട്ടിയോ? കിട്ടിയില്ല. അർച്ചനയ്ക്ക് കിട്ടി. നിഷാന, അർച്ചന, സുരേഖ, രേണുക. ഓക്കെ, കിട്ടി. ഹായ് ഇട്ടാ മതി. കിട്ടിയൊരു ഹായ് അയച്ചാൽ മതി. തമ്പോ ഹായ് ഒക്കെ തന്നാൽ മതി, അപ്പൊ എനിക്ക് അറിയാൻ പറ്റും. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യണമെന്നില്ല. ഓക്കെ, വെരി ഗുഡ്. അഞ്ജലി, അശ്വതി, നിരഞ്ജന, ഭാവന, അക്ഷയ, പ്രീത, ദിയ, ഷൈനി. വെരി ഗുഡ്. ശിവ, നിഷാന, അശ്വതി, ദിയ, ഷാനിബ, ആര്യശ്രീ, സാബി,
പത്മ, അശ്വതി പി, വെരി ഗുഡ് വെരി ഗുഡ്. കിട്ടാത്തവരെ വിഷമിക്കണ്ട. കാവ്യ, കാവ്യ മധു, ഷഹാന, ഷെറിൻ. ഓക്കെ, ഇത്ര സമയം ഇല്ല, എന്നാലും നിങ്ങൾക്ക് ഇത്രയും പേർക്ക് കിട്ടി. നിങ്ങൾക്ക് അറിയാം അല്ലേ, മാത്സ് ഇത് പഠിച്ചതാണ് അല്ലേ? അറിയാമൊന്നുമില്ല, മാത്സ് നമ്മളൊരു കോമ്പറ്റീവ് എക്സാമിന് പഠിക്കുന്ന ഒരാൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ സുരേഖ, ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ കിട്ടാത്തവർ വിഷമിക്കേണ്ട, നമുക്ക് ചെയ്യാം. ആ കിട്ടാത്തവർ, കിട്ടിയില്ല എന്ന് പറഞ്ഞവർക്ക് ഇത് അറിയത്തില്ലയോ? അറിയാമോ? മനസ്സിലായില്ലയോ? എന്താണ് കിട്ടി? കിട്ടാത്ത കാരണം എന്താണ് ഒന്ന് പറയണം കേട്ടോ. 20 സെക്കൻഡേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 20 സെക്കൻഡേ ഉള്ളൂ. 20 സെക്കൻഡ് വേണ്ട അത് ചെയ്യാൻ. 20 ഞാൻ പറഞ്ഞില്ലേ, ഇവനെ ഇവിടെ വെച്ച് നിങ്ങൾ തീർക്കാം. സ്റ്റെപ്പും ഒന്നും വേണ്ട, നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ സ്റ്റെപ്പായിട്ട് പറയണമെന്നേ ഉള്ളൂ. ഇവനെ ഒറ്റയടിക്ക് തീർക്കാം അവിടെ വെച്ചിട്ട് കേട്ടോ. ഞാൻ സ്റ്റെപ്പായിട്ട് ആദ്യം പറയാം, പിന്നെ ആ ഒറ്റയടിക്കുള്ള രീതിയും പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഭീകരനായിട്ട് തോന്നി. അപ്പൊ നമുക്ക് ആദ്യം എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? ലൈൻ ബ്രാക്കറ്റ് ആണ്. ഫസ്റ്റ് ലൈൻ ബ്രാക്കറ്റ് ആണല്ലോ. ലൈൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. അപ്പൊ നമുക്ക് ലൈൻ ബ്രാക്കറ്റ്, ഇവിടെ ലൈൻ ബ്രാക്കറ്റ് എവിടെ ഉള്ളത്? ഈ 1+6 ഇവിടെയല്ലേ ഉള്ള ഇതല്ലേ ലൈൻ ബ്രാക്കറ്റ് അല്ലേ? അവനെ ഓപ്പൺ ആക്കാം അല്ലെ? ആ ലൈൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. ഡബിൾ ബ്രാക്കറ്റ്, ലൈൻ ബ്രാക്കറ്റ് 1+6 എത്ര? 7 അല്ലേ? 7 പ്ലസ് സിംഗിൾ ബ്രാക്കറ്റ് ഇടുന്നു. പിന്നെ ബാക്കിയെല്ലാം അതേപോലെ എഴുതുക. വേറെ എവിടെയും ലൈൻ ഇല്ലാത്തതുകൊണ്ട് അതേപോലെ എഴുതുന്നു നമ്മള്. ബൈ 2 സിംഗിൾ ബ്രാക്കറ്റ്, ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, സിംഗിൾ ബ്രാക്കറ്റ് 5 × 2 സ്ക്വയർ പ്ലസ് 2 × 2/√16 ഡബിൾ ബ്രാക്കറ്റ്. ഓക്കെ, അടുത്ത രണ്ടാം സ്റ്റെപ്പിൽ ഏത് ബ്രാക്കറ്റാ? രണ്ടാം സ്റ്റെപ്പിൽ ഏതാണ്ട് സ്മോൾ ബ്രാക്കറ്റ് ആണല്ലോ. സ്മോൾ ബ്രാക്കറ്റ് ആണല്ലോ. ഓക്കെ, അപ്പം ഡബിൾ ബ്രാക്കറ്റ് 7 പ്ലസ് സ്മോൾ ബ്രാക്കറ്റ് അല്ലേ? ഇവിടെ നമ്മള് എന്താ പറയാ, സ്മോൾ ബ്രാക്കറ്റ് ഇവിടെ തുടങ്ങുകയാണ്. 14 ഡിവൈഡഡ് ബൈ 7 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുകയാണ്. നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം അല്ലേ? 14/7 എത്ര? 14 വെട്ടിക്കൂടെ? എത്ര? 2. ഈ 2 അപ്പൊ 2/2 എന്നാവുമല്ലോ. 2/2 എത്ര? 1. അപ്പൊ അവിടെ കഴിഞ്ഞില്ലേ? അവിടെ അവന്റെ കാര്യം അവിടെ തീർന്നില്ലേ? ഇല്ലേ? തീർന്ന 1. അടുത്ത പ്ലസ് അല്ലേ? അല്ല, ഡബിൾ ബ്രാക്കറ്റ് ഉണ്ടല്ലേ? ഡബിൾ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് പ്ലസ് അല്ലേ? പ്ലസ്. ഓക്കെ, മനസ്സിലായത്? 14/7 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 14 ഡിവൈഡഡ് ബൈ 7 എന്നല്ലേ? 14 7 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാല് എത്രയാണ്? 7 14. വീണ്ടും അപ്പം 2/2 എന്ന് വരും. വീണ്ടും 2/2 എന്ന് വരും. ആ 2/2 എന്ന് വെച്ചാൽ 2/2. 2/2 എന്ന് പറഞ്ഞാൽ x = 1 അല്ലേ? 1 ആണ് ആൻസർ. 1 അല്ലേ? അപ്പൊ 1 7 + 1 പ്ലസ് 7 + 1. ഓക്കെ, മനസ്സിലായിട്ടെ. ഓക്കെ, 7 + 1 7 + 1 ഡബിൾ ബ്രാക്കറ്റ് പ്ലസ്, ഇനിയും ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ആകുന്നു. ഇനിയും സിംഗിൾ ബ്രാക്കറ്റ് ഉണ്ടല്ലോ അല്ലേ? ഇനിയും സിംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുണ്ടല്ലോ. 5 × 2² + 2 എന്ന് പറയുന്നത് ഉണ്ടല്ലോ. ഈ 2² + 2² എത്രയാ? 2² എത്രയാ? 4 അല്ലേ? 2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണല്ലോ. അപ്പം സിംഗിൾ ബ്രാക്കറ്റ് 5 × 4 അധികം 2 ഇൻറ്റു 2/√16. അവിടെ കിടന്നോട്ടെ. അടുത്ത സ്റ്റെപ്പിലേക്ക് 4 ആക്കാം. തെറ്റായിരിക്കുന്നതിന് വേണ്ടി പറയുന്നേ ഉള്ളൂ കേട്ടോ. തെറ്റായിരിക്കുന്നതിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാവനെ? അടുത്ത ഡബിൾ ബ്രാക്കറ്റ് ഒക്കെ നമുക്ക് എടുത്ത് കളയാം. 7 + 1 എത്ര? 8 അല്ലേ? ഡബിൾ ബ്രാക്കറ്റ് പോയി. പ്ലസ് ഇനി ഈ ബ്രാക്കറ്റ് ഇവിടെ ഇവനെ ഈ സിംഗിൾ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ആക്കാം. ആദ്യം സിംഗിൾ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ആക്കാം. ഓക്കെ, I4 എത്ര? 20. 20 പ്ലസ് എത്ര? 2 എത്ര? 22 ഇൻറ്റു 2/√16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √16 എത്ര? √16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 4 16. 4 2/4. റെഡിയല്ലേ? ഇവിടെ വെച്ചവരെ അങ്ങ് തീർക്കാം. ഇനി മുകളിലോട്ട് പോണ്ട. ഇനി നമുക്ക് ഈ ഡബിൾ ബ്രാക്കറ്റ് മാത്രം ഓപ്പൺ ആക്കിയാൽ മതി. ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാനായിട്ട് അവിടെ വെച്ചങ്ങ് തീർക്കാം. 8 പ്ലസ് ഈ 4നെ 2 കൊണ്ട് വെട്ടാം.
അല്ലെ 1 2 4 ഈ 2നെ 22 കൊണ്ട് വെട്ടാം 11 2 22 അല്ലേ 11 8 പ്ലസ് 11 11 ബാക്കിയുള്ളൂ ഒന്നുമില്ലല്ലോ വേറെ ഒന്നുമില്ലല്ലോ 11 പ്ലസ് 8 എത്ര 11 പ്ലസ് 8 19 കഴിഞ്ഞു കഴിഞ്ഞു റെഡി അല്ലേ മനസ്സിലായ റെഡി അല്ലേ ഓക്കെ ആണോ ഓക്കെ ഇത് നിങ്ങൾക്ക് അല്ലാതെയും ഫസ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതിയ ആ ഭാഗത്ത് നിന്നും പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലെങ്കിൽ തെറ്റിപ്പോവും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു വെട്ടലും വേണ്ട ഒരു സ്റ്റെപ്പും വേണ്ട ഇവിടെ വെച്ച് അവനങ്ങ് തീർക്കാം ഇവിടെ വെച്ച് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ലൈൻ ബ്രാക്കറ്റ് ആണ് അപ്പൊ 1+6 എത്ര 1+6 7 ആണ് 7+ ഇനി ഈ കാര്യം 14/7 2/2 1 അപ്പൊ 7+1 അതായത് ഡബിൾ ബ്രാക്കറ്റ് ലൈൻ ബ്രാക്കറ്റ് ആ ലൈൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു പ്ലസ് നോക്കിയോ ഇവിടെ 2ന്റെ സ്ക്വയർ 4 അപ്പൊ i4 20 + 2 22 ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു 22 ഇൻറ്റു ആണ് ഇൻറ്റു 2/16 വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം 2/16 അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടും ചെയ്യാം 2/16 2/4 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നു 2/4 എന്ന് മനസ്സിൽ കാണുന്നു ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇതിനെ അങ്ങോട്ട് വെട്ടി തകർക്കുന്നു 2 2 1 2 ഈ ഇതിനെ വെട്ടുന്നു 11 7 + 1 8 8 + 11 19 ഉത്തരം 19 കഴിഞ്ഞു റെഡി ഇത്രേ ഉള്ളൂ ഓക്കെ ആണോ റെഡിയാണോ ഓക്കെ റെഡി ഇത്രയേ ഉള്ളൂ ബോർഡ് മാസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബോർഡ് മാസ് എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇനി പ്രോബ്ലംസ് ഞാൻ തന്നാ പോരെ നിങ്ങൾ ചെയ്തു നോക്കത്തില്ലേ ചെയ്യൂലേ ചെയ്യത്തില്ലേ സംഭവം മനസ്സിലായില്ലേ എന്താണെന്നുള്ളത് ഓക്കെ ഇനി ഇതിന്റെ കൂടെ തന്നെ വരുന്ന കുറച്ച് സിംപ്ലിഫിക്കേഷൻ അത് റൂട്ടുമായിട്ട് വരുന്ന സിംപ്ലിഫിക്കേഷൻസ് അടുത്ത ഇതിനെ ചേർന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് അതും ഞാൻ ഇത് ബോർഡ് മാസ് അല്ല പല ടൈപ്പ് സിംപ്ലിഫിക്കേഷൻ ആണ് ഇന്ന് ആ സിംപ്ലിഫിക്കേഷനിലേക്ക് കിടക്കുന്നു അടുത്ത നെക്സ്റ്റ് ഡേയ്സിൽ അടുത്ത മാത്സിന്റെ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് LCM അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് ഡെസിമൽസ് ഇത് നിങ്ങൾ പഠിച്ച മെത്തേഡ് അല്ല മീൻസ് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സിംപ്ലസ്റ്റ് മെത്തേഡ് ഏറ്റവും സിംപ്ലസ്റ്റ് വിത്തിൻ സെക്കൻഡ്സിൽ ചെയ്യാനുള്ള ബേസ് അറിയാമെങ്കിൽ ചെയ്യാനുള്ള മെത്തേഡ് അങ്ങനെ പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യം പഠിക്കേണ്ടത് ഈ റെയിൽവേക്കൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ഓക്കെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ടോപ്പിക്കിലുള്ള ഓക്കെ ചോദ്യം എഴുതിക്കോ ഫസ്റ്റ് ചോദ്യം റൂട്ട് ഓഫ് 9.5 into 0.085 divided by first ചോദ്യം divided by 0.0017 into 0.19 option A 50 option B 500 option C 0.05 ഓപ്ഷൻ ഡി 5 നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഓരോ ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ആണ് ബോർഡ് മാസ് കഴിഞ്ഞു അടുത്ത സിംപ്ലിഫിക്കേഷൻ എന്ന ടോപ്പിക്സ് ആണ് സിംപ്ലിഫിക്കേഷൻ എല്ലാം വരും സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും മൾട്ടിപ്ലിക്കേഷനും ഡിവിസിബിലിറ്റിയും ഫ്രാക്ഷനും ഡെസിമലും എല്ലാം വരും എല്ലാം ഉൾപ്പെടും ഒരു ചോദ്യം അല്ലെങ്കിൽ രണ്ട് ചോദ്യം മിക്കവാറും രണ്ട് ചോദ്യം കാണാറുണ്ട് ഒരു ചോദ്യം മസ്റ്റ് ആണ് 101% ഈ ടൈപ്പിൽ ഒരു ചോദ്യം ചോദിക്കും അപ്പൊ അത് കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആ ഭാഗത്തു നിന്ന് ചോദ്യം കിട്ടും കണക്കിന് 10 മാർക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങിക്കാം കണക്കിന് 10 മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചാൽ മതി 40% 30% ഒക്കെ വേണ്ടവർക്ക് ഫസ്റ്റ് ടയർ പാസ്സാകാനായിട്ട് പിന്നെ ഒരു 20 മാർക്ക് സ്കോർ ചെയ്താൽ മതി എന്നാണ് അർത്ഥം ഓക്കെ ആൻസർ കിട്ടിയോ സമയമില്ല കഴിഞ്ഞു 20 സെക്കൻഡ് ആയില്ലേ 20 സെക്കൻഡ് ആയില്ലേ 20 സെക്കൻഡ് ആയല്ലോ
എനിബഡി? നോബഡി. നേരത്തെ നമുക്ക് നിങ്ങൾ തമ്പ് ചെയ്താൽ മതി. വെരി ഗുഡ്, വെരി ഗുഡ്. കുറച്ചുപേരെ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. 50 ആൻസർ. വിധുപ്രിയ അല്ലേ? വിദ്യ അല്ല, വിധുപ്രിയ. ഒരുപാട് പേര് കിട്ടി അല്ലേ? ഓക്കെ. നിരഞ്ജന രാജീവ്. ഓക്കെ ഓക്കെ. അശ്വതി, അക്ഷയ, പ്രീത, ജയകുമാർ, ദിയ, ഷൈനി, അശ്വതി. നേരത്തെ കിട്ടിയവർ തന്നെയാണ്. നേരത്തെ പറഞ്ഞവർ തന്നെയാണ്. നിങ്ങൾക്ക് മാത്സ് അറിയാം എന്നുള്ളവരാണ് അല്ലേ? ഒരുവിധം മാത്സ് ചെയ്യുന്നവരല്ലേടാ ഈ കിട്ടിയെന്ന് പറയുന്നത് അല്ലേ? അല്ലയോടെ? അങ്ങനെയല്ലേ ദിയ? വിദുഷയൊക്കെ അങ്ങനെയുള്ളവരല്ലേ? വിദുഷ മാത്സ് ഒക്കെ ഒരുവിധം ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? സുരേഖ, അർച്ചന ബാബു, ആതിര, ഷീബ, അഞ്ജലി, എം, അഞ്ജലി മാത്സ് ഒക്കെ ചെയ്യും. അഞ്ജലി, ഭാവന, അക്ഷയ, അശ്വതി പി. ഇതൊക്കെ എന്ത് എന്നാണ് അല്ലേ? ഇതൊക്കെ എന്ത് സാറേ, ഇതൊക്കെ എന്ത് എന്നുള്ളൊരു അല്ലടാ, അങ്ങനെയല്ലടാ അശ്വതി, അക്ഷയ, ഷൈനിയൊക്കെ എല്ലാവരും, നിങ്ങളെല്ലാവരും അല്ലേ? ഇതൊക്കെ എന്ത്, ഞങ്ങളോടാ ബാലാകളി എന്നുള്ളൊരു ഇതായിരിക്കും അല്ലേ? ആനോടെ ആരും ഒന്നും മിണ്ടാത്ത എന്തേ? ഒന്നും മിണ്ടാത്ത എന്തേ? പ്രീത ജയകുമാർ, നിരഞ്ജന രാജീവ്. എന്താണ്? ഓക്കെ, റെഡി റെഡി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ചെയ്യാത്തവർ, കിട്ടാത്തവര്, ശ്രമിച്ചിട്ട് കിട്ടാത്തവര്, അറിഞ്ഞുകൂടാത്തവര് അല്ലെ? ബാക്കി അറിവിടാത്തവരാണോ ചെയ്യാത്തത്? ആണോടെ? ആണോ? ശ്രമിച്ചിട്ട് ഒന്നും, അല്ലെങ്കിൽ ഫസ്റ്റ് കാണുകയാണോ നിങ്ങളുടെ പ്രോബ്ലം? ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് കാണുകയാണോ? കിട്ടാത്ത ആരെങ്കിലും ഒരാൾ പറഞ്ഞ മറുപടി. ആൻസർ കിട്ടാത്ത ആള് പറഞ്ഞാണ്ടേ. ആൻസർ കിട്ടാത്ത ആരുണ്ട്? ഞാൻ ശ്രമിച്ചിട്ട് ഒരുപാട് ചെയ്ത് നോക്കി സാറേ കിട്ടിയില്ല എന്നുള്ള ആരുണ്ട്? രേഷ്മ ചന്ദ്രൻ. രേഷ്മ ചെയ്താ? രേഷ്മ, ശരണ്യ. രേഷ്മയ്ക്ക് കിട്ടിയാ? രേഷ്മ ചെയ്ത് നോക്കിയായിരുന്നോ? ചെയ്ത് നോക്കിയതേ ഇല്ലേ? ചെയ്ത് നോക്കിയിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഓക്കെ. ഇതിന്റെ ശരിയായ രീതി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇത് ഇങ്ങനെ തന്നെ എടുത്തു വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടത്തില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, പരീക്ഷയ്ക്ക് ആൻസർ കിട്ടത്തില്ല. മറ്റുള്ളവരൊക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇതോ ബാല എന്നുള്ള ഒരു ലെവലിൽ ഇരിക്കില്ലേ? ഇതൊക്കെ എന്ത് എന്നുള്ള ലെവലിൽ ആണ് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം ഞാൻ. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഈ ടൈപ്പിലൊന്നല്ല, ഇതേപോലെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഇത് മാത്സ് അത്യാവശ്യം ബേസ് ഉള്ളവർക്ക് ചെയ്യാം, പക്ഷെ നമ്മളിവിടെ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഇത് എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും ആൻസറിലേക്ക് എത്തുക എന്നുള്ളതല്ല. ആൻസർ ഏതാ? 50 അല്ലേ? 50 ആണ് ആൻസർ. ആണോ? 50 ആണോ? യെസ്, 50 ആണ്. ഓക്കെ, 50 ഞാൻ ചോദിക്കുകയാണ്. 50 തന്നെയല്ലോ? ഓക്കെ അല്ലേ? 50 ആണല്ലോ ഓപ്ഷനിൽ. 50 കൊടുത്തിരിക്കുന്നത് നമുക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം എങ്ങനെയെങ്കിലും ആൻസറിലേക്ക് ബാക്കിയുള്ളവർ മൈക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇനി മൈക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, എങ്ങനെയെങ്കിലും ആൻസറിലേക്ക് എത്തുക എന്നുള്ളതല്ല, പെട്ടെന്ന് എത്തുക. ഈ 20 സെക്കൻഡിനുള്ളിൽ ആൻസറിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാല് ആ ചോദ്യത്തില് പോയിന്റ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ടല്ല റൈറ്റിലോട്ട് എത്ര പൊസിഷൻ ഉണ്ടെന്ന് നമ്മൾ നോക്കണം ആദ്യം. ഓക്കെ, ഇവിടെ നോക്കിയോ, മുകളിൽ ഏറ്റവും ടോപ്പില് മുകളിലത്തെ 9.5 0.085. അപ്പൊ ഇവിടെ ഒന്നാമത്തെ 9.5 എത്ര പൊസിഷൻ ഉണ്ട്? ഒരു പൊസിഷനല്ലേ ഉള്ളൂ, 5.5. മുകളിലാണെങ്കിലോ എത്ര പോയിന്റ് കഴിഞ്ഞ് എത്ര പൊസിഷൻ ഉണ്ട്? 0.85. എത്ര പൊസിഷനായി? 3. അപ്പൊ ഇവിടത്തെ 3 പൊസിഷനും ഇവിടുത്തെ ഒരു പൊസിഷൻ എത്രയായി? മൊത്തം 4 പൊസിഷൻ ഡിവൈഡഡ് ബൈ താഴെ. അതുപോലെ നോക്കുക, താഴെ എത്രയാണ് പൊസിഷൻ ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4. ഇവിടെ 4. ഇവിടെ ആണെങ്കിലോ പോയിന്റ് കഴിഞ്ഞിട്ട് 1 1 2. ഇവിടെ 2 പൊസിഷൻ. അപ്പൊ 4 പ്ലസ് 2 എത്ര? 6 അല്ലേ? അപ്പൊ 4/6 എന്ന് വരും. 4/6. ഇവിടെ നോക്കിയേ, ഇതില് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം അല്ല.
അല്ലെ? മുകളിലും താഴെയും ഒരിടത്ത് 4 എണ്ണവും ഒരിടത്ത് 6 എണ്ണവുമാണ് കിടന്നത്. ഒരിടത്ത് 4ഉം ഒരിടത്ത് 6ഉം രണ്ടും സെയിം അല്ല. ഈക്വൽ ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാമായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് വിദുഷേ? ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യൂടെ? അല്ലെ? മുകളില് ഇവിടെ 4 നമ്പര്, ഇവിടെ 4 നമ്പരും ഇവിടെ 6 നമ്പരുമാണ് ഉള്ളത്. അപ്പൊ നമ്മള് അല്ലെ കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഇവിടെയുള്ള ഛേദത്തില് 6 ഉള്ളത് പോലെ അംശത്തിലും നമ്മൾ 6 നമ്പറിലേക്ക് മാറ്റണം. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 അല്ലെ? 2 സ്ഥാനം കൂട്ടാനാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. 3 സ്ഥാനം കൂട്ടാനാണെങ്കിൽ എത്ര കൊണ്ട് ഹരിക്കുക? 1000 കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ ഗുണിക്കുക. 4 സ്ഥാനമാണെങ്കിൽ അത് 10,000ത്തിലേക്ക് പോകും. 1 സ്ഥാനമാണെങ്കിൽ 10 ഇട്ട് ഗുണിക്കുക. ഇങ്ങനെ ഈ രീതി ചെയ്യുക. അതായത് അപ്പൊ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഈ സംഖ്യ ഇൻറ്റു മുകളില് 100 കൊണ്ട് അവനെ ഗുണിക്കുക എന്നുള്ളതാണ്. 100 കൊണ്ട് ഗുണിക്കുക. അപ്പം എന്ത് ചെയ്യും? 100 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് ഈ പൊസിഷൻ ഈ നമ്മൾ 4/6 എന്ന് പറയുന്ന +2 ആയിട്ട് 6/6 ആയി ഇത് വെട്ടിപ്പോയി, കംപ്ലീറ്റ് പോയി, മുഴുവനും പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള ഈ പോയിന്റുകളെല്ലാം നഷ്ടപ്പെടും. ഇവിടെയുള്ള പോയിന്റുകളെല്ലാം അങ്ങ് പോകും, ഒരേ പൊസിഷനിലേക്ക് ആവും. പോയിന്റുകളെല്ലാം നഷ്ടപ്പെടും, ദശാംശങ്ങളെല്ലാം പോവും, നഷ്ടമാവും. ദശാംശങ്ങളെല്ലാം പോയി കഴിഞ്ഞാല് അതായത് പൊസിഷൻസ് എല്ലാം ഒരേപോലെയായി ദശാംശം പോയി കഴിയുമ്പോൾ 9.5 ആ 0.5 എന്ന് പറഞ്ഞാൽ പോയിന്റ് പോയി കഴിഞ്ഞാൽ അവിടെ 95 ആവും. അവിടെ 95 റൂട്ട് ഉണ്ട് കേട്ടോ. റൂട്ട് ഓഫ് 95 ഇൻറ്റു അടുത്ത 0.085 എന്നുള്ളത് വെറും 85 ആവും ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ താഴെ 0.0017 എന്നുള്ളത് വെറും 17 ആവും ഇൻറ്റു ഇനി ഇവിടെ 0.19 എന്നുള്ളത് 19 ആവും അല്ലേ? 19 ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നു. അപ്പൊ ഇങ്ങനെ വന്നു. അതും വേണ്ട. എന്ത് ചെയ്യണം? അത് അവിടേക്കും പോണ്ട. ഇനി അല്ലെ അപ്പൊ ഇതിനെല്ലാത്തിനും റൂട്ട് ഉണ്ടല്ലോ. എന്തോടെ പറഞ്ഞ? ഞാൻ കേട്ടില്ല. എന്താ പറഞ്ഞത്? എന്തിനാ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? അതെ. അങ്ങനെ ചെയ്യാം. ഓക്കെ, ആ മെത്തേഡും ചെയ്യാം. ഓക്കെ, അതായത് 19നെ 95 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്ര 5 19 95. അപ്പൊ ഇവിടെയും വെട്ടാം. 17നെ 85 കൊണ്ട് വെട്ടാം. എത്ര? 5 17 85. എപ്പോഴും ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ വരുന്നതേ തരത്തുള്ളൂ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും റൂട്ടാക്കി മാറ്റാൻ പറ്റുന്നതും ഒക്കെ തരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെട്ടാം. അപ്പൊ നോക്കിയോ, അപ്പം എങ്ങനെ വന്നു? 19നെ 95 കൊണ്ട് വെട്ടിയപ്പോ 5 കിട്ടി. 17നെ 85 കൊണ്ട് വെട്ടിയപ്പോഴത്തേക്ക് 5 കിട്ടി. അപ്പം റൂട്ട് ഓഫ് 5 ഇൻറ്റു 100 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് വീണ്ടും ചെറുതാക്കാം. നമുക്ക് വീണ്ടും ഈ 100നെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്തൂടെ? 100നെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 5 ഇൻറ്റു 100നെ എങ്ങനെ എഴുതാം? റൂട്ട് 100നെ എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 10 എന്ന് എഴുതാം. 10 ഇൻറ്റു 10 എന്ന് എഴുതാം. 10 ഇൻറ്റു 10 എന്ന് എഴുതി കൊടുക്കുക. അതായത് 100നെ സ്പ്ലിറ്റ് ചെയ്യണം ഇല്ലേ? ഇനി നമുക്കറിയാം റൂട്ടിനകത്ത് പെയറായിട്ട് വന്നു കഴിഞ്ഞാല് അത് കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന എന്ത് ചെയ്യും? അതിൽ ഒരാളെ എടുക്കത്തുള്ളൂ. കോമൺ ആയിട്ടുള്ള ഒരാളെ പുറത്തോട്ട് എടുക്കും അല്ലേ? അപ്പൊ 2 5 വന്നു. ഒരു റൂട്ടിനകത്ത് 2 5 വരുമ്പോ പുറത്തോട്ട് എത്ര അഞ്ചിനെ എടുക്കും? 1 5നെ എടുക്കും. അതിന്റെ നിയമമൊന്നും പറഞ്ഞോണ്ടിരിക്കാൻ സമയമില്ല. ഇൻറ്റു റൂട്ടിനകത്ത് 2 10, ആ ഒരു 10നെ പുറത്തെടുക്കും. 10 ഇൻറ്റു 5 എത്ര? 50. ഉത്തരം എത്ര? 50 അല്ലേ? 50 അല്ലേ കിട്ടിയത്? ഉത്തരം 50. സിമ്പിള്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. റെഡിയാണോ? അപ്പൊ ഇവിടെ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതേ രീതിയിൽ വന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യുക? അതായത് ദശാംശം കഴിഞ്ഞിട്ട് ഇതേപോലെ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന റൈറ്റ് സൈഡിലുള്ള സംഖ്യകൾ എത്ര പോയിന്റ് ആണോ നോക്കുക. ദശാംശം കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. ആ സ്ഥാനങ്ങളായിട്ട് മാറ്റി എഴുതുക. ഇവിടെ നമ്മൾ മുകളിൽ 1, ഇവിടെ 3, അങ്ങനെ 4 ബൈ താഴെ 1 2 3 4, ഇവിടെ 2, അപ്പൊ അങ്ങനെ 6 ഇങ്ങനെ കിട്ടും. ഇതിനെ നോക്കിയിട്ട് രണ്ടും ഈക്വലൈസ് ചെയ്യാൻ
ഇപ്പം 2 ആണെങ്കിൽ 100, 3 ആണെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക. ഒരു സ്ഥാനം ഇപ്പൊ ഇവിടെ താഴെ 5 ആയിരുന്നെങ്കിൽ ഒരു സ്ഥാനം മതിയായിരുന്നു, നമ്മൾ 10 കൊണ്ട് ഗുണിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, 6 ആയതുകൊണ്ടാണ് മുകളിൽ 6 ആക്കുന്നതിന് വേണ്ടിയിട്ട് 100 കൊണ്ട് ഗുണിച്ചു. 100 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് ദശാംശം എല്ലാം പോയി പൂർണ്ണസംഖ്യകളായിട്ട് മാറും അത്. പിന്നെ അതിനെ സിംപ്ലിഫൈ ചെയ്യുക, ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക, സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, റെഡിയാണോടെ? റെഡിയാണോ? ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അടുത്തൊരു ചോദ്യം ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ, അടുത്തൊരു ചോദ്യം ചെയ്യാം. നോക്കിക്കോ, √6 ഇൻറ്റു, ഇതാണ് റെയിൽവേക്ക് ചോദിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. √6 ഇൻറ്റു √15 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു √10. എക്സ് ഇൻറ്റു √10 ഫൈൻഡ് എക്സ്. എക്സ് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. ചെയ്തേ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് √3, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് √6, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 3, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 9. പലരും റൂട്ട് കാണുമ്പോൾ ഇട്ടിട്ട് ഓടിക്കളയും. എന്നാൽ ഏറ്റവും എളുപ്പം, കണക്കിൽ ഏറ്റവും എളുപ്പം റൂട്ടാണ്. ഓപ്ഷൻ ഡി 9. ഇത് 20 സെക്കൻഡ് ഒന്നും വേണ്ട, ഇതിനൊരു 3 സെക്കൻഡ് മതി ഈ ക്വസ്റ്റ്യന്. ഇല്ലേ, ഇത് പറഞ്ഞപ്പോഴേ ഉത്തരം കിട്ടി. റെഡി? ചെയ്, പെട്ടെന്ന് നമ്മൾ ഇപ്പൊ ചെയ്ത അതേ സിംപ്ലിഫൈയിങ് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. എത്രയുടെ? ഞാൻ നോക്കട്ടെ, ഒരു സെക്കൻഡ് നോക്കട്ടെ. √3 അല്ല, √3 വരത്തില്ല, 3 അല്ലേ വരത്തുള്ളൂ. ആൻസർ 3 ആ. 3 ആണ്. 3 √3 അല്ല 3. എത്ര വരെ കിട്ടിയെന്ന് നോക്കട്ടെ. മെസ്സേജ് അല്ല, തംസപ്പടിച്ചേ നോക്കട്ടെ, നിങ്ങൾക്ക് എത്ര വരെ കിട്ടിയെന്ന് നോക്കട്ടെ. കാരണം നിങ്ങളുടെ മാത്സിന്റെ ആ ഒരു പ്രോഗ്രസ് കണ്ടിട്ട് വേണം അടുത്ത ക്ലാസ് എങ്ങനെ എടുക്കണമെന്ന് തീരുമാനിക്കാൻ. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മാത്സ് ഒക്കെ അറിയാം. അപ്പൊ ഇത്രയും അറിയാവുന്നവരാണ് നിങ്ങൾക്ക് ഇനി ജനറലൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ പറഞ്ഞതല്ലേ. അപ്പൊ നിങ്ങൾക്ക് പ്രൊഫഷണൽ ബിൽറ്റ് നന്നായിട്ട് എടുത്തു തന്നാൽ മതി, നിങ്ങൾ സെറ്റാണ് അല്ലേ. മാത്സ്, മെന്റൽ റീസണിങ് നിങ്ങൾ സൂപ്പറാണ്. ഭാവന, അർച്ചന ബാബു സെറ്റാണ്. അർച്ചന ബാബു മാത്സിന് ഓക്കെ ആണോ? അർച്ചന ബാബു മൈക്കോൺ ചെയ്തേ. അർച്ചന, കുഴപ്പമില്ല, മാത്സ് ഓക്കെ ആണ്, സെറ്റാണ്. ഏതാ സബ്ജക്ട്, ഏതാ പഠിച്ചത്? ഇംഗ്ലീഷ്. ആർട്സുകാർക്കാണ് മാത്സ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. പക്ഷെ അർച്ചനയ്ക്ക് സെറ്റാണ് അല്ലേ, മാത്സ് കുഴപ്പമില്ല. കോമ്പറ്റീവ് എക്സാമിന് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. വെരി ഗുഡ്. SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ പിന്നെ മാത്സിനെ പറ്റി ചോദിക്കണം അല്ലേ. ഇതൊക്കെ എന്ത് ഇല്ലേ അർച്ചനെ, ഇതൊക്കെ എന്ത് SSCയുടെ അടുത്ത് ഇതൊക്കെ എന്ത് അല്ലേ. റെയിൽവേക്ക് ഇങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റിനെ ഉള്ളു കേട്ടോ, SSCയുടെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, അത് റെയിൽവേയില് NTPC ഒക്കെ ചോദിക്കും കേട്ടോ. ഡിഗ്രി ലെവലില്ലേ, അതിന് ചോദിക്കും. നമുക്ക് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ഇല്ല, നമുക്ക് ഗ്രൂപ്പ് ഡി ലെവലുള്ള സിമ്പിൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കയറിപ്പോവും. നിങ്ങൾക്ക് ആ 30 അല്ല, മെനറബിലിറ്റിയും റീസണിങ്ങും മാത്സും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് 30, 10, 40 മാർക്കില്ലേ. അതിന് 40 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ OBC ആണെങ്കിൽ കയറി, റെയിൽവേയുടെ ഫസ്റ്റ് ടയർ പാസ്സായി എന്നൊരു അർത്ഥം. മനസ്സിലായല്ലേ? മാത്സും മെന്റലബിലിറ്റിയും ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കിട്ടിയാൽ കയറി എന്നാണ് അർത്ഥം, വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും. ഓക്കെ. ഇനി വേണ്ട, നിങ്ങളൊരു SC/ST കാറ്റഗറി ആണെങ്കിൽ ജസ്റ്റ് മാത്സും മെന്റലബിലിറ്റിയും മാത്രം ചെയ്താൽ കയറും, 30 മാർക്ക് മതി. മാത്സും മെന്റലബിലിറ്റിയും 30 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു SC/ST കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് അത് മതി, വേറെ ഒന്നും പഠിക്കണ്ട, മാത്സും മെന്റലബിലിറ്റി മാത്രം പഠിച്ചാലും മതി. ഓക്കെ, റെഡി? അയ്യോ, ക്വാളിഫൈ ചെയ്താൽ പോരാ. നിങ്ങൾ PSCക്ക് എഴുതുമ്പോൾ കട്ട് ഓഫ് കയറിയാൽ മതിയോ? ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് മാർക്ക് എടുക്കുന്നത് 85:15 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇപ്പൊ നടക്കാൻ പോകുന്ന CBTക്ക് എത്ര മാർക്ക് നേടുന്നോ അതാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത്. പാസ്സാവാൻ കട്ട് ഓഫ് ജനറലിന് 40, OBCക്ക് 40, SC/STക്ക് 30, PWDക്ക് 30, അത് മതി എന്നാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. കേറുന്ന കാര്യം പറയുന്നത്. ഓക്കെ, കട്ട് ഓഫ് കിടക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. റെഡി? മാത്സും
മെന്റൽ എബിലിറ്റിയും വെച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മാത്സും മെന്റൽ എബിലിറ്റിയും ചെയ്യുമ്പോൾ അധികം നെഗറ്റീവ് അടിക്കത്തില്ല, അറിയാവുന്നവരാണെങ്കിൽ നെഗറ്റീവ് വരത്തില്ല. കാരണം മാത്സ് ആൻസർ കിട്ടിയാലല്ലേ നമ്മൾ ആൻസർ ചെയ്യത്തുള്ളൂ, അല്ലയോ? കറക്കി കുത്തോടെ മാത്സ് അറിയാന്നുള്ളൊരു മാത്സ് ചെയ്യുമ്പോൾ ഒരിക്കലും കറക്കി കുത്തില്ല. കറക്കി കുത്തോ? ഇല്ല, ഒരിക്കലും കറക്കി കുത്തത്തില്ല. മാത്സുകാര് അറിയാന്നുണ്ടെങ്കിൽ അത് ചെയ്യത്തുള്ളൂ. പക്ഷെ ബാക്കിയുള്ള എല്ലാം കറക്കി കുത്തുമല്ലോ നിങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, റെഡി. 3 കിട്ടി. കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട്, ധാരാളം ഉണ്ട്. നമുക്ക് നോക്കാം. റെഡി. കിട്ടാത്തവര് ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, പല രീതിയിൽ ചെയ്യത് നമുക്ക് ഒരു രീതിയിൽ ആദ്യം നോക്കാം. അതായത് ഇപ്പൊ √6 ഇൻറ്റു √50. നിങ്ങളെ ഞാൻ കണക്ക് സാധനം പഠിപ്പിക്കുമ്പോഴത്തെ ഒരു കാര്യം പറയാറുണ്ട് ഉദ്യോഗാർത്ഥികളോട്. ഞാൻ എന്റേതായിട്ടുള്ള മെത്തേഡിൽ പറയുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും മെത്തേഡിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, നിങ്ങളുടേതായ രീതിയിൽ തന്നെ പോവുക. കേട്ടോ അർച്ചന കേട്ടോ? ഞാൻ എന്റേതായ രീതിയിലാണ് പറയുന്നത്, സിംപ്ലിഫൈഡ് മെത്തേഡിലാണ് പറയുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അഴിക്കാൻ നിൽക്കേണ്ട, ആ ലെവലിൽ തന്നെ പൊയ്ക്കോളൂ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, കേട്ടോ? ഈ മെത്തേഡ് കൊള്ളാമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ക്യാച്ച് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടുകളയുക. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന രീതി തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ √6 ഇൻറ്റു √15. √6 ഗുണിക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും? √19 കിട്ടും അല്ലേ? 15 കിട്ടും അല്ലേ? അതായത് √19 is equal to x into √10 എന്ന് കിട്ടുമല്ലോ അല്ലേ? അന്ന് കിട്ടും അല്ലേ? റെഡി അല്ലേ? ഓക്കെ, x into √10 അല്ലേ? √90 is equal to x into √10. ഈ √10 നമുക്ക് സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്തായിട്ട് മാറും? √10 സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എന്തായിട്ട് മാറും? ഇവിടെ √90 ഡിവൈഡഡ് ബൈ √10 is equal to x എന്നാവും അല്ലേ? x എന്നാവത്തില്ലേ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഡിവിസിബിൾ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? √90 √10 എന്ത് ചെയ്യാം? ഒരുമിച്ച് ആയിക്കൂടെ? രണ്ട് കൂട്ടുകാരല്ലേ? 90/90 ഇങ്ങനെ എഴുതിക്കൂടെ? ഇനി അവനെ വെട്ടിക്കൂടെ? 0 വെട്ടി, പിന്നെ 9 അല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് √9/1 എന്ന് കിട്ടും. √9/1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √9 അല്ലേ? ദാറ്റ് ഈസ് √9 ഈസ് ഈക്വൽ ടു x അല്ലേ? ആണോടെ? ആണ്. സോ x ഈസ് ഈക്വൽ ടു √9 എന്ന് പറഞ്ഞാൽ എത്ര? √9 ഈസ് ഈക്വൽ ടു √9 എന്ന് പറയുന്നത് എത്ര? 3. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 3. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? മനസ്സിലായോ അല്ലേ? സിമ്പിൾ അല്ലേ? റെഡി ആണോ? ഈ അറിഞ്ഞൂടാത്തവർക്ക് മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് √6 ഇൻറ്റു √15 ഒരുമിച്ച് ഗുണിക്കാൻ പറ്റും. റൂട്ട് അല്ലേ? അപ്പൊ ഒരുമിച്ച് ഗുണിക്കാൻ പറ്റുള്ളൂ നമുക്ക്. 15 6 കുടിച്ച 90, 6 15 90 അല്ലേ? ദാറ്റ് ഈസ് √90, √90. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടും. √90 ഈസ് ഈക്വൽ ടു x ഇൻറ്റു 10 എന്ന് കിട്ടും. സോറി, √10 എന്ന് കിട്ടും. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിവിസിബിൾ പ്രിൻസിപ്പിൾസ് നമുക്ക് അറിയാന്നുള്ളതല്ലേ? സമത്തിന് ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ളത് പോകുമ്പോഴത്തേക്ക് ഇൻറ്റു ഡിവിഷൻ ഒക്കെ ആവുന്നുള്ളത്. അപ്പം റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഡിവിസിബിൾ ആവും. ഡിവൈഡ് ആവും. ഡിവിസിബിൾ അല്ല, ഡിവൈഡ് ആവും. അപ്പൊ √10 ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് 90ന്റെ അളിയനായിട്ട് വരുമ്പോഴേ 90ന്റെ അടിയിൽ പോവും. ഓക്കെ, അപ്പൊ √90/10 ഈസ് ഈക്വൽ ടു x. ദാറ്റ് ഈസ് x എന്ന് പറയുന്നത് ഈ √90/√10 എന്നുള്ളത് ഇതിനെ ഒരുമിച്ച് 2 റൂട്ട് അല്ലേ? അപ്പൊ ഒരുമിച്ച് ഒറ്റ റൂട്ടിനകത്ത് എഴുതാമല്ലോ നമുക്ക് 90/10 എന്നുള്ളത്. ഇനി ഇതിനകത്ത് വെട്ടിച്ചതാ പോലെ 90നെ 10നെ 90 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു √9 അല്ലേ? 9 10 90 √9 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 3. ആൻസർ 3. റെഡി? ഇതൊരു മെത്തേഡ്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് വേറൊരു മെത്തേഡിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ. നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും പോകത്തില്ല, ഇത്ര അങ്ങേരി പോകത്തില്ല. കാരണം ഗുണിക്കാനൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലെടുക്കുകയും അങ്ങ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ √15 പ്രോബ്ലം എന്തായിരുന്നു? കണക്കെന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഏതായിരുന്നു? റൂട്ട് 15 6 അല്ലേ? എവിടെ കണക്ക്? √6 ഇൻറ്റു 15. സോറി, ക്വസ്റ്റ്യൻ പറഞ്ഞു ഞാൻ. √6 ഇൻറ്റു √15 ഈസ് ഈക്വൽ ടു x ഇൻറ്റു √. ഇതല്ലേ ക്വസ്റ്റ്യൻ? ഇതല്ലേ ചോദ്യം? ഇതാണ് ചോദ്യം.
ഓക്കെ, അപ്പൊ നമ്മൾ ഈ റൂട്ട് എക്സ് റൂട്ട് 6നെയും റൂട്ട് 15നെയും റൂട്ട് 10നെയും സ്പ്ലിറ്റ് ചെയ്താൽ മതി, മനസ്സിലങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. റൂട്ട് 6നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. ഇനി അടുത്തത് റൂട്ട് 15നെ സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് 15നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് എത്ര? 3 ഇൻറ്റു റൂട്ട് 5 ഇല്ലേ? ഇതാ ഈ ഒരു അളിയനെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ, റൂട്ട് 10 കൂടെ കേൾക്കുകയല്ലേ? അപ്പൊ റൂട്ട് 10നെയും ആ അളിയനെ സ്പ്ലിറ്റ് ചെയ്യാം. ആളിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2 ഇല്ലേ? കിട്ടിയോടെ? കിട്ടിയില്ലേ? ഇതിനങ്ങോട്ട് മനസ്സിലേക്ക് എടുക്കുക. അതായത് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു ഇല്ല സമം റൂട്ട് 10 അല്ലേ? എക്സ് ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് യവനെ ഈ സമത്തിന് അപ്പുറത്തുള്ളതിനെ ഇതിന്റെ അടിയിലേക്ക് കൊണ്ടുവരിക. അപ്പം റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3. അയ്യോ സെറ്റ് തെറ്റിപ്പോയാ ഞാൻ എഴുതിയത്. റൂട്ട് 3 ആണോ? 3 ഇൻറ്റു 5 അല്ലേ? 5 ഡിവൈഡ് ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5. ദാറ്റ് ഈസ് ഇനി എന്ത് ചെയ്താൽ മതി? ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇനി അവനെയൊക്കെ ചറ പറഞ്ഞ് വെട്ടാം. റൂട്ട് 2 വെട്ടാം, റൂട്ട് 5 വെട്ടാം. ഇനി നമുക്ക് ആകെ ഉള്ളത് എന്താണ്? റൂട്ട് 3യും റൂട്ട് 3യേ ഉള്ളൂ. ദാറ്റ് ഈസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 റൂട്ട് 9. റൂട്ട് 9 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 3. ആൻസർ 3. റെഡി? കിട്ടിയോടെ? ഇങ്ങനെ ചെയ്യാനുള്ള ആശയം കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ ആണോടെ? ബോർഡ് ആർക്കും കാണുന്നില്ലേ? ആരാ പ്രസന്റ് ചെയ്യുന്നത്? നിഷയാണോ? നോക്കട്ടെ. ബോർഡ് വന്നോ? ഇപ്പോഴും ബോർഡ് വന്നോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്ത മെത്തേഡ് നിങ്ങൾ കണ്ടില്ലല്ലേ? കണ്ടു. പിന്നെ ആർക്കാ ഇത് ബോർഡ് കിട്ടിയെന്ന് പറഞ്ഞ ആർക്കാടെ? ഒരു സെക്കൻഡേ. റെഡി. ഇപ്പൊ ബോർഡ് കാണാമോ? ഇല്ല. കാണുന്നുണ്ടോ? ബോർഡ് ഉണ്ടെന്നോ ഇല്ലെന്നോ? കാണുന്നില്ല. ഒരു സെക്കൻഡ്. വേറെ ആരാ പ്രസന്റ് ചെയ്യുന്നത്? ഞാൻ കാണുന്നില്ലല്ലോ. അത് അടുത്ത ക്ലാസ്സിലാവട്ടെ. ഇപ്പൊ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ബോർഡ് വന്നോ? ഈ രണ്ടാമത്തെ രീതി ചെയ്ത് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? മനസ്സിലായോ ഇല്ലയോ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഒന്നുകൂടെ ചെയ്യണോ? വേണ്ടല്ലോ. ഓക്കെ. നമ്മുടെ പ്രൈമറി ടീച്ചേഴ്സ് ഒക്കെ ഉള്ളവർക്ക്, പ്രൈമറി ലെവൽ എഴുതുന്നവർക്ക് മനസ്സിലായോ? അവരുള്ളവർക്ക്, PRT-യിലുള്ളവർക്ക്, PRT എഴുതുന്നവർക്കൊക്കെ റെഡി അല്ലേ? ഓക്കെ. മനസ്സിലായില്ലെങ്കിൽ പറയണേ. ഒന്നും കൂടെ പറയണോ? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ സാറ് സ്പീഡ് നിങ്ങൾ പറഞ്ഞു പോയി, ഇതെന്തുവാ എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം എഴുതിക്കോളൂ. റൂട്ട് 1 to 8 പ്ലസ് റൂട്ട് 1 to 8 പ്ലസ് റൂട്ട് 72 ബൈ റൂട്ട് 32. ഓപ്ഷൻ എ 3.5, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 4.5, ഓപ്ഷൻ ഡി 9. ഇത് വിത്തിൻ 3 സെക്കൻഡ് ചെയ്യാം. ഈ ചോദ്യം വിത്തിൻ 3 സെക്കൻഡ്.
നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ്, വെരി വെരി ഗുഡ്, വെരി വെരി ഗുഡ്. ആൻസർ 3.5. എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ, ചെയ്തവർ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, ചെയ്തോളൂ, തമ്പ് ചെയ്തോളൂ, നോക്കട്ടെ ആർക്ക് ഉണ്ടെന്ന് നോക്കട്ടെ കിട്ടിയത്. അർച്ചന കിട്ടി, ഷീബ, അർച്ചന കിട്ടി, അർച്ചന ബാബു കിട്ടി, റെഡി. ഭാവന, അശ്വതി, പ്രമദ, ആയിശ്രീ, റെഡി. അപ്പൊ നിങ്ങളെ മാത്സ് എടുക്കാൻ ഭയങ്കര എളുപ്പമുള്ള എങ്കിൽ നമുക്ക് ഞാൻ ഫുള്ളും എടുത്തു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇത്ര എളുപ്പമാണെങ്കിൽ കേട്ടോ, ഫുള്ളും പറഞ്ഞുതരാം, എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും ചെയ്യല്ലേ, വളരെ ഹാപ്പിയായി ഞാൻ. ഓക്കെ, റെഡി, സൂപ്പർ. ഓക്കെ, ചെയ്യാത്തവര് പറ്റാത്തവര് വിഷമിക്കേണ്ട, അവർക്കും മാർഗങ്ങളുണ്ട്. ആതിരാക്കയ്ക്ക് കിട്ടിയില്ലേ? ആതിര നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്താണല്ലോ. ആതിരാക്കെ കിട്ടിയില്ലേ? രമ്യ, സഞ്ജു 6, സൗമ്യ, സ്മിതയ്ക്ക് കിട്ടിയില്ലേ? സ്മിത കിട്ടി. 2 സ്മിതയ്ക്കും കിട്ടിയോ? സ്മിത വിഎമ്മും സ്മിത വിയും കിട്ടിയോ? സ്മിത വിഎമ്മിന് കിട്ടിയോ? മൈക്ക് ഓൺ ചെയ്തിരിക്കുന്ന സ്മിത വിഎം. സ്മിത ഇവിടെ ഒന്നും അല്ല അല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, ഒരു കാര്യം പറയാനുള്ളത്, ഈ റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിച്ച് ലൈവ് ക്ലാസ്സിൽ കയറാതിരിക്കാം കേട്ടോ. ലൈവ് ക്ലാസ്സിൽ കയറാതിരുന്നു കഴിഞ്ഞാൽ ലൈവ് അങ്ങ് നിർത്തും, ഫുള്ള് റെക്കോർഡ് അങ്ങ് തരും നിങ്ങൾക്ക്. ഇപ്പൊ HSL ഒക്കെ സംഭവിക്കുന്ന പോലെ ആവും. ഓക്കെ, 20 മിനിറ്റ് ഉള്ള ക്ലാസ് അങ്ങ് തരും, ടിപ്പിക്കൽ സിലബസ് മാത്രം. ഓക്കെ, റെഡി. നമുക്ക് ഇത് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. കിട്ടാത്തവര് ആർക്കാ കിട്ടാത്ത, ചെയ്തിട്ട് കിട്ടാത്ത ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞേ. ഒരാള് ചെയ്തിട്ട് കിട്ടാതെ, സാറേ ചെയ്തിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ ഒരാളുണ്ട്? ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഞാൻ ചെയ്തു. ആരാണ് കിട്ടിയില്ല? വിധുപ്രിയക്ക് കിട്ടിയ? വിധുപ്രിയ ആർക്കാ കിട്ടാത്തത്? സ്മിതയ്ക്കാണോ കിട്ടിയില്ലെന്ന് പറഞ്ഞത്? സ്മിതയാണോ? ദിവ്യക്കും കിട്ടിയില്ലല്ലേ? ദിവ്യ കിട്ടിയില്ല. ദിവ്യ നേരത്തെ എല്ലാ പ്രോബ്ലം ചെയ്താണല്ലോ. ദിവ്യക്ക് എന്താ ഇത് കിട്ടാത്തെ? ദിവ്യ എന്ത് പറ്റി? നേരത്തെ എല്ലാ പ്രോബ്ലം ചെയ്താണല്ലോ, അതെന്ത് പറ്റി? അതിനേക്കാളും ഒക്കെ സിമ്പിൾ അല്ലേ ഇത്? ചെയ്തില്ല? ചെയ്യാത്തയാണോ അതെ കിട്ടാത്തതാണോ? കിട്ടാത്തത് വരുന്നില്ല. നമുക്ക് നോക്കാം. അടേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഇത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ഇതിന്റെ അർത്ഥം എങ്ങനെയല്ലേ? റൂട്ട് ഇപ്പൊ ബോർഡുണ്ടോ എല്ലാവർക്കും? ബോർഡുണ്ടോ എല്ലാവർക്കും? ഓക്കെ, റൂട്ട് 128 ബൈ റൂട്ട് 32 പ്ലസ് റൂട്ട് 72 ബൈ റൂട്ട് 32. ഇങ്ങനെയല്ലേ ഇതിന്റെ അർത്ഥം? ചോദ്യത്തിന്റെ അർത്ഥം ഇതല്ലേ അല്ലയോടെ? നമ്മൾ നേരത്തെ വന്നില്ലേ, ഇതേ കണക്ക് 2 ഭാഗമായിട്ട് വേണമെങ്കിൽ അവനെ ഒരുമിച്ചായി കൂടെ. റൂട്ട് 128 ബൈ 32 പ്ലസ് റൂട്ട് ഓഫ് 72 ബൈ 32 ഇങ്ങനെ ആയിക്കൂടെ? ഇനി ഇവനങ്ങ് വെട്ടിക്കൂടെ? 32 122 അങ്ങോട്ട് വെട്ടുമ്പോ 4 32 128. 32നെയും 72നെയും വെട്ടാം. എത്ര കൊണ്ട് വെട്ടാം? 8 കൊണ്ട് വെട്ടാം. 4 8 32 9 8 72 ഇല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? റൂട്ട് 4 അധികം റൂട്ട് 9/4 എന്ന് എഴുതിക്കൂടെ? റൂട്ട് 9/4 എന്ന് എഴുതിക്കൂടെ? റൂട്ട് 4 എന്ന് പറയുന്നത് 2 അല്ലേ? പ്ലസ് ഇനി റൂട്ട് 9/4 എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്കൊരു ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ കിട്ടും. 2 + 3/2 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കുന്നത് ലസാഗു ഉസാഗുകളെ പോവും. ലസാഗുവിലൊന്നും പോരുത്, അത് പഴയ ചരിത്രം. ലസാഗു പോയി കഴിഞ്ഞാൽ റെയിൽവേയിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ലസാഗു ഒന്നും എടുക്കാൻ പോകണ്ട ഇവിടെ. ലസാഗു ഒന്നിട്ട് ചെയ്യരുത്. നിങ്ങൾ ലസാഗു ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം,
എങ്ങനെ വേണമെങ്കിൽ എഴുതാം, പക്ഷെ അതിലൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ സിമ്പിൾ ആയിട്ട്, അതാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞത്, സിമ്പിൾ ആയിട്ടൊന്ന് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണം. ലോജിക്കൽ തിങ്കിങ്, റീസണിങ് ചെയ്യുന്ന പോലെ. നോക്കിയോ, 2 + 3/2 അല്ലേ? ഈ 3/2, 2 + 3/2 എന്നല്ല, 3/2. ഓക്കെ, 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3യുടെ പകുതി എന്നല്ലേ അർത്ഥം? 3ന്റെ പകുതി എന്നല്ലേ? 3ന്റെ പകുതി എത്ര? 3ന്റെ പകുതി എത്ര? 1.5. അപ്പൊ 2 + 1.5 ഈസ് ഈക്വൽ ടു 3.5. അതല്ലേ ആൻസർ? 3.5 അല്ലേ ആൻസർ? ആണോ? ആണ്, ആണ്. അത്രേ ഉള്ളൂ. അവിടെ ലെസ്സാകൂല, ഉസ്സാകൂല, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നുമില്ല. റെഡി അല്ലേ? ഈ സ്റ്റെപ്പ് ഇതാണ് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എളുപ്പം. നിങ്ങൾക്ക് ലെസ്സാഗ് എടുത്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തോണം ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? റെഡിയാണോ? റെഡിയാണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, പക്ക. അപ്പം അടുത്ത ക്ലാസ്സിൽ മാത്സ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ നിനക്ക് അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ട് വരിക. എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്താണ് സിമ്പിൾ ട്രിക്കുകളിലൂടെ നമുക്ക് പെട്ടെന്ന് മാത്സ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മാർക്ക് വാങ്ങിച്ചാൽ മതി. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തണ്ട. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആൻസറിലേക്ക് എത്തുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ആരെയും പഠിപ്പിക്കാനും പോണ്ട. പരീക്ഷയ്ക്ക്, അടുത്ത പരീക്ഷയ്ക്ക്, അടുത്ത വരുന്ന റെയിൽവേ പോലുള്ള, KVS പോലുള്ള, NVS പോലുള്ള, EMRS പോലുള്ള, DSSB പോലുള്ള എക്സാമ്പിൾ വരുമ്പോൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതിൽ ആൻസർ എങ്ങനെ കണ്ടെത്താം, ദാറ്റ്സ് ഇനഫ്. അത്രേ ഉള്ളൂ. ഓക്കെ, അതിന് എന്ത് കുറുക്ക് വഴിയും എന്ത് മാർഗവും നമ്മൾ സ്വീകരിക്കും. അതാണിത്. അല്ലാതെ അവിടെ ഇക്വേഷനോ സ്റ്റെപ്പുകളോ ഒന്നുമില്ല. ആൻസറിലേക്ക് എത്തുക. റെഡി? ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. റെഡി അല്ലേ?